തികച്ചും സാമൂഹ്യ വിരുദ്ധമായ നമ്മുടെ മതനിരപേക്ഷതയുടെ നൂലിഴകൾ ഇടക്കുന്ന, യഥാർത്ഥത്തിൽ ഇന്നലെ വരെ വർഗീയവാദികൾ നിർവഹിച്ചിരുന്ന ദൗത്യത്തോട് ഓരം ചേർന്ന് നിൽക്കുകയാണ് കേരളത്തിലെ യുക്തിവാദികൾ എന്ന് ചെയ്യുന്നത്. നിങ്ങളുടെ തുറന്ന പ്രശ്നവൽക്കരണങ്ങൾക്ക്, വിശകലനങ്ങൾക്ക്, വിമർശനങ്ങൾക്ക്, ചോദ്യം ചെയ്യലുകൾക്ക്, സംശയങ്ങൾക്ക് എല്ലാം വേണ്ടി ഈ വിഷയം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരളീയ യുക്തിവാദം പരാജയത്തിൻ്റെ കണക്കെടുപ്പ് എന്ന വിഷയം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു. അടുത്തതായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണ സെഷനാണ്. ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവർക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഇരിപ്പിടങ്ങളിൽ വന്നിരിക്കേണ്ടതാണ്. ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പേരും ജോലിയും വെളിപ്പെടുത്തണം. പരമാവധി ചുരുങ്ങിയ സമയം കൊണ്ട് ചോദ്യം ചോദിക്കുക. ചോദ്യോത്തര സെഷൻ ആരംഭിക്കും. എൻ്റെ പേര് ഷാവുൽ ഹമീദ്, കൽപ്പകഞ്ചേരി, കല്ലിങ്ങൽ പറമ്പ്. ഇന്നലെ തിരൂരിൽ ചോദിച്ചു വെച്ചതിൻ്റെ തുടർച്ചയാണ്. അവിടെ അവസരം കുറഞ്ഞതുകൊണ്ട് കൂടി. 9 വർഷം മുമ്പ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഇതേപോലെയുള്ള ഒരു വേദിയിൽ പന്താരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സ്ഥാപകൻ അക്ബർ സാഹിബ് സംഘടിപ്പിച്ച ഒരു പരിപാടി. ആ പരിപാടിയിൽ ഞാൻ അവതരിപ്പിച്ച എൻ്റെ സംശയം അല്ലെങ്കിൽ ചോദ്യം, അത് യാത്ര ചെയ്ത് തിരിച്ചെത്തിയ വേദിയായിരുന്നു ഇന്നലെ തിരൂരിലേത്. തിരൂരിൽ ഇന്നലെ ഞാൻ ഉന്നയിച്ചത് മനുഷ്യന്റെ ഉൽപ്പത്തി സഹോദരീ സഹോദരന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഉണ്ടായത് എന്ന് മതവും, അങ്ങനെ അല്ല, അങ്ങനെ ആവാൻ പാടില്ല എന്ന് ശാസ്ത്രവും പറയുന്നു എന്നാണ്. അതിന് ഒരു സൊല്യൂഷനായി ഞാൻ പറഞ്ഞത്, മതം പറയുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്നാകുമ്പോൾ ശാസ്ത്രം പറയുന്നത് പരിണാമത്തിലൂടെ മനുഷ്യൻ ഉണ്ടായി എന്ന് പറയുന്നതും രണ്ടും കൂടി ലിങ്ക് ചെയ്ത് മനുഷ്യോൽപ്പത്തി, എല്ലാ ഉൽപ്പത്തിയും പരിണാമത്തിലൂടെ ദൈവമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ രക്ഷ ആർക്കാണ് അങ്ങോട്ട് അതിനുകൊണ്ടുള്ള ആ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുള്ള ലാഭം എന്നാ ചോദിച്ചത് ഇന്നലെ തിരൂരിൽ. ഞാൻ പറയുന്നു അതിന്റെ പൂർണ്ണമായ ലാഭം മതവിശ്വാസികൾക്കാണ്. കാരണം അതാണ് ഞാനിപ്പോൾ ലിങ്ക് ചെയ്യുന്നത്. ദൈവം സൃഷ്ടിപ്പിൽ വിവേചനം കാണിക്കുന്നവനല്ലെന്ന പ്രസ്താവന ഖുർആനിലുണ്ട്. അപ്പോൾ വിവേചനത്തിലൂടെ അല്ലാതെ ഉണ്ടായ ഒരു ഉൽപ്പത്തിക്ക് ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം, ഏറ്റവും നല്ല ഉൽപ്പത്തി പരിണാമ ഉൽപ്പത്തിയാണ്. അപ്പൊ ഖുർആനിൽ പറയുന്ന ഞാൻ സൃഷ്ടിപ്പിൽ വിവേചനം കാണിക്കുന്നവനല്ലെന്ന ആ വസ്തുതക്ക് കൂടി അടിവരയിടാൻ ഖുർആൻ തന്നെ പറയുന്ന, ഖുർആനിൽ തന്നെയുള്ള പരിണാമ സിദ്ധാന്തം, അതോടൊപ്പം ദൈവത്തിന്റെ സിഫത്തായ വിവേചനം കാണിക്കുകയില്ലെന്ന സിഫത്തും കൂടി ഒരുമിച്ച് ദൈവം പരിണാമത്തിലൂടെ ഉൽപ്പത്തി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പുതിയ യുഗത്തിലെങ്കിലും പരിണാമവാദത്തെ തള്ളിക്കൊണ്ട് പുതിയ ജനറേഷനെ ഇസ്ലാമിൽ നിന്ന് അകറ്റാനുള്ള നിങ്ങളുടെ ശ്രമം, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോകുന്ന, ഇനിയും നിങ്ങൾ സ്വീകരിക്കാൻ മുമ്പേ പറഞ്ഞു പോയി എന്ന ഒറ്റ കാരണത്താൽ മടിക്കുന്ന, അതിനുവേണ്ടി ഇനിയും മടി കാണിക്കരുത് എന്ന് നിങ്ങളോട് വളരെ എന്താ പറയാ, വളരെ നന്മയുടെ സ്വരത്തിൽ അല്ലെങ്കിൽ നന്മയുടെ രൂപത്തിൽ ഞാൻ പറയാനാണ് ഉദ്ദേശിച്ചത്. ഇന്നലെ ഞാൻ ചെയ്തതും അത് തന്നെയാണ്. എനിക്ക് ശേഷം ഒരു അവസരം പേഴ്സണലായിട്ട് വേണ്ടതുണ്ട്, അത് ഇതുകൂടി ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സഹോദരങ്ങളെ, കേരളീയ യുക്തിവാദം പരാജയത്തിൻ്റെ കണക്കെടുപ്പ് എന്ന വിഷയമാണ് ഇവിടെ വളരെ സംക്ഷിപ്തമായി സമർത്ഥിക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്തെങ്ങും ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ജീവൻ വെക്കുകയും ജീവപരിണാമവും എന്ന ആശയവും മാർസിയൻ തത്വശാസ്ത്രവും ശ്വാസം നൽകുകയും ചെയ്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന യുക്തിവാദം ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ട് തത്വശാസ്ത്രത്തിൻ്റെ കേവലം മ്യൂസിയങ്ങളിൽ മാത്രം വെക്കുവാൻ അർഹതപ്പെട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നും ഈ പരാജയം മറച്ചുവെക്കുന്നതിനു വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യുക്തിവാദികൾ ഇസ്ലാമോഫോബിയയുടെ വക്താക്കളായിത്തീരുന്നതിൻ്റെ കേരളീയ പതിപ്പാണ് ഇന്ന് തെരുവുകളിലും അവരുടെ മാഗസിനുകളിലുമെല്ലാം ആഘോഷിക്കപ്പെടുന്നത് എന്നും ശാസ്ത്രത്തിൻ്റെയോ തത്വശാസ്ത്രത്തിൻ്റെയോ നട്ടെല്ലുപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ യുക്തിവാദ പ്രചരണ ആശയങ്ങളെ ലോകത്തിൻ്റെ മുന്നിൽ വെക്കുവാനാണ് സത്യസന്ധരായ യുക്തിവാദി സുഹൃത്തുക്കൾ സന്നദ്ധമാകേണ്ടത് എന്നുമുള്ള കാര്യങ്ങളാണ് വളരെ സംക്ഷിപ്തമായി സമർത്ഥിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയകമായ തുറന്ന സംവാദമാണ് ഇനി നടക്കുന്നത്. സംവാദത്തിൽ വിഷയസംബന്ധിയായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ സംവാദവേദിയെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്ത് സലാഹുദ്ദീൻ്റെ ചോദ്യം, ഷാഹുൽ ഹമീദിൻ്റെ ചോദ്യം, അദ്ദേഹം തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യ പ്രക്രിയകളിൽ ഇപ്പോൾ അദ്ദേഹം എത്തി നിൽത്തിട്ടുള്ള പരിണാമഗുപ്തി, ജീവപരിണാമം എന്ന ആശയം മതവിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമിക വിശ്വാസികൾക്ക് അള്ളാഹു പരിണാമത്തിലൂടെ സൃഷ്ടി നിർവഹിച്ചു എന്ന് തീരുമാനിക്കുന്നത് വഴി ഏറെ ഹൃദ്യമായിരിക്കും എന്നാണ് അദ്ദേഹം ഇവിടെ സമർത്ഥിച്ചിട്ടുള്ളത്, അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹം മതവിശ്വാസികളെ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആണ് ജീവപരിണാമത്തെ ദൈവം തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിണാമത്തിലൂടെ സൃഷ്ടി നിർവഹിച്ചു എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നത്. യഥാർത്ഥത്തിൽ മതവിശ്വാസത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇസ്ലാമിൻ്റെ നട്ടലോടുകൂടി തന്നെ പറയട്ടെ, യാതൊരു പ്രതിസന്ധിയും ഈ ആധുനിക കാലഘട്ടത്തിലില്ല. ആധുനിക കാലഘട്ടത്തിൽ മതവിശ്വാസത്തിന് പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നെങ്കിൽ ലോകത്തെങ്ങും മതവിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികൾ ഇതേപോലെ തുറന്ന വേദികളിൽ മതത്തെ വിമർശിക്കുവാനുള്ള തുറന്ന അവസരം നൽകിക്കൊണ്ട് സംസാരിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. മതവിശ്വാസത്തിന് ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ വീണ്ടും അടിയറവിട്ടുകൊണ്ട് പറയട്ടെ, യാതൊരു വിധത്തിലുള്ള ദാർശനികമായ പ്രതിസന്ധിയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള വാദത്തിനാകട്ടെ, മനുഷ്യനെ ഓരോ ജീവവർഗങ്ങളെയും പടച്ച തമ്പുരാൻ പ്രത്യേകമായി തന്നെ സൃഷ്ടിച്ചു എന്നുള്ള വാദത്തിനാകട്ടെ, ഇതിനൊന്നും തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിലാണല്ലോ ബഹുമാന്യ സുഹൃത്ത് ഇവിടെ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റിന് മതലോകം സന്നദ്ധമാകേണ്ടത്. ജീവപരിണാമമാണ് ഇന്ന് പ്രതിസന്ധികളുടെ കയത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജീവപരിണാമം എന്ന ആശയം അത് പ്രതിസന്ധിയുടെ കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരുപാട് പരിശ്രമങ്ങൾ ഉണ്ടായിട്ടും ആ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട്
പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ജീവശാസ്ത്ര ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവപരിണാമം ഡാർവിന്റെ ഒറിജിനോ സ്പീഷീസിൽ നിന്ന് ഇന്ന് നമ്മുടെ സ്റ്റീഫൻ ജെ ഗോൾഡിന്റെ പങ്ക്ച്വേറ്റഡ് ഇക്ലിബ്രിയത്തിൽ എത്തി നിൽക്കുമ്പോൾ അത് പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ആ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പരിണാമവാദികളുടെ പരിശ്രമങ്ങളെല്ലാം പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ചാൾസ് ഡാർവിനാണെങ്കിലും പിൽക്കാലത്ത് വന്ന നിയോ ഡാർവിനിസ്റ്റുകളായ പിൽക്കാലഘട്ടത്തിലെ ആളുകളാണെങ്കിലും ഡാർവിന് തൊട്ടുടനെ വന്ന ആളുകളാണെങ്കിലും എല്ലാം പറഞ്ഞു വെച്ച ജീവപരിണാമത്തിന്റെ ഏറ്റവും വലിയ തെളിവ് അത് ഫോസിൽ തെളിവുകളായിരുന്നു. ഫോസിൽ തെളിവുകളിൽ ഫോസിലുകളുടെ അനാലിസിസിൽ നിന്ന് അപഗ്രഥനത്തിൽ നിന്ന് ജീവപരിണാമത്തിന് ഉപോത്ബലകമായ ഒരു തെളിവെങ്കിലും ഒരൊറ്റ തെളിവെങ്കിലും ഇവിടെ എന്റെ സഹോദരൻ തൻവീർ വളരെ കൃത്യമായി അത് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു ജീവവർഗം, ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങൾ ഉണ്ടായിട്ട് ഒരു ജീവവർഗം ഇങ്ങനെയാണ് പരിണമിച്ചത് എന്ന് കൃത്യമായി ഏകകോശ ജീവിയിൽ നിന്ന് പരിണമിച്ചുണ്ടായ ഒരു ജീവവർഗത്തിന്റെ കൃത്യമായ പരിണാമ വൃക്ഷം അവതരിപ്പിച്ച് അത് സമർത്ഥിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ പാലിയന്റോളജിക്കൽ എവിഡൻസസ് അഥവാ ഫോസിൽ തെളിവുകൾ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പങ്ക്ച്വേറ്റഡ് ഇക്ലിബ്രിയം എന്ന സ്റ്റീഫൻ ഗോൾഡിന്റെ പുതിയ സിദ്ധാന്തം ഉണ്ടാകുന്നത് തന്നെ. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മുമ്പ് ഡാർവിൻ പറഞ്ഞതുപോലെയോ വാലസ് പറഞ്ഞതുപോലെയോ അല്ല കാര്യങ്ങൾ എന്നാണ്. അദ്ദേഹം പറയുന്നത് ജീവപരിണാമം സംഭവിച്ചിട്ടുണ്ടാവുക തീർച്ചയായും ഡാർവിൻ പറഞ്ഞത് ഒരു ജീവിയിൽ നിന്ന് അടുത്ത ജീവിയിലേക്ക് പരിണമിക്കുമ്പോൾ ഒരു സ്പീഷീസും പൂർണ്ണ വളർച്ചയെത്തി അടുത്ത സ്പീഷീസും ഉണ്ടാകുമ്പോൾ രണ്ട് സ്പീഷീസുകൾക്കിടയിൽ ഒരുപാട് കണ്ണികൾ ഉണ്ടാകുമെന്നാണ്. ആ കണ്ണികൾ പലതും നഷ്ടപ്പെട്ടത് കൊണ്ടാണ്, മിസ്സിംഗ് ലിങ്ക്സ് ഉള്ളത് കൊണ്ടാണ് കണ്ണികൾ ഇന്ന് നിലവിലില്ലാത്തത്. അവ സ്വാഭാവികമായും പ്രകൃതി നിർദ്ധാരണത്തിൽ പ്രകൃതി നല്ലതിനെ മാത്രം തിരഞ്ഞെടുത്തപ്പോ സ്വാഭാവികമായി നശിച്ചു പോയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ നഷ്ടപ്പെട്ട കണ്ണികളെ, മിസ്സിംഗ് ലിങ്ക്സിനെ കണ്ടെത്തലാണ് പരിണാമവാദികളുടെ ജീവപരിണാമത്തിന്റെ ആളുകളുടെ ദൗത്യം എന്താണ് ഡാർവിൻ പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിന് ശേഷം പതിറ്റാണ്ടുകളേറെ കഴിഞ്ഞു ഡാർവിനിസ്റ്റുകൾ ലോകത്തെങ്ങും മിസ്സിംഗ് ലിങ്ക്സിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉള്ള തീവ്രമായ പരിശ്രമങ്ങൾ നടത്തി, നിരന്തരമായ പരിശ്രമങ്ങൾ. അതുകൊണ്ട് പൂർവകാലഘട്ടത്തിൽ ജീവിച്ച് കടന്നുപോയ ഒരുപാട് ജീവികളെക്കുറിച്ച വിവരങ്ങൾ നമുക്ക് ലഭിച്ചു. ആ ജീവികളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോഴും അത്ഭുതകരമായി ജീവശാസ്ത്ര ലോകം കണ്ടത് ഒരു ജീവിയെങ്കിലും മറ്റൊരു ജീവിയിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവ് പോലും ലഭിച്ചില്ല എന്നുള്ള വസ്തുതയാണ്. അത്തരം ഒരു സന്ദർഭത്തിലാണ് ഞാൻ പറഞ്ഞ പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം കടന്നു വരുന്നത്. അദ്ദേഹം പറഞ്ഞത് മിസ്സിംഗ് ലിങ്ക്സിന്റെ ആവശ്യമില്ല എന്നാണ്. അഥവാ ഒരു ജീവി പെട്ടെന്നൊരു ജീവിയിൽ നിന്ന് അടുത്ത ജീവിയിലേക്കുള്ള മാറ്റം സംഭവിക്കാം എന്നാണ് അദ്ദേഹം പുതിയ പരിണാമവാദികൾ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്കുരങ്ങ് ഒരു പ്രഭാതത്തിൽ ഒരു മനുഷ്യ കുഞ്ഞിനെ പ്രസവിച്ചാൽ അതിന്റെ പേരാണ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. അങ്ങനെ നേർക്കുനേരെ പറയുകയല്ല ചെയ്തിട്ടുള്ളത്, അതിന് ശാസ്ത്രീയമായ കുറെ അടിത്തറകൾ നൽകാൻ ശ്രമിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെയാണ് പ്രതിസന്ധിയുള്ളത്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇവിടെ പറഞ്ഞു ജീവന്റെ തുടക്കത്തെക്കുറിച്ച്. ജീവനുണ്ടായി, ജീവന്റെ തുടക്കത്തെക്കുറിച്ച് ഞങ്ങളെല്ലാം സ്കൂളുകളിൽ പഠിച്ചത്, ബഹുമാന സുഹൃത്തുമെല്ലാം പഠിച്ചിട്ടുണ്ടാവുക മില്ലറിന്റെ പരീക്ഷണങ്ങളാണ്. മില്ലറിന്റെ പരീക്ഷണങ്ങൾ, മില്ലർ അജൈവ വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാക്കിയെന്നും ആ ജീവൻ ഉണ്ടാക്കുവാൻ അദ്ദേഹം സൃഷ്ടിച്ച സാഹചര്യങ്ങളും ഇതെല്ലാമാണ് അജൈവ വസ്തുക്കളിൽ നിന്ന് ജീവൻ നിർമ്മിക്കാം എന്നതിന് ഉള്ള തെളിവായി നമ്മളെല്ലാം പഠിച്ചു വന്നത് ശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ. എന്നാൽ ഇന്ന് ലോകം അംഗീകരിച്ചൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ജീവശാസ്ത്ര ലോകത്ത് അംഗീകരിച്ച സത്യം എന്താ? ജീവൻ ഒരു കാരണവശാലും ഭൂമിയിൽ ഉണ്ടാകുവാൻ ഒരു സാധ്യതയുമില്ല എന്നതാണ്. ഭൂമിയിൽ ജീവൻ അനുരണനം ഉണ്ടാകാൻ ഏത് പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു കാലാവസ്ഥ സമ്പ്രദായം ഉണ്ടായിരുന്നുവെങ്കിൽ ഭൂമി ഒരിക്കലും ഇതേ രൂപത്തിലാവുകയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ പരിണാമവാദികളുടെ തീരുമാനം ജീവൻ ഭൂമിയിൽ ഉണ്ടായതല്ല,
മറ്റേതോ ഗ്രഹത്തിലുണ്ടാവുകയും ഏതോ നക്ഷത്രത്തിൽ രൂപപ്പെടുകയും ആ നക്ഷത്രത്തിലോ വാൽ നക്ഷത്രത്തിലോ രൂപപ്പെടുകയും ഷൂമാക്കർ ലവി എന്ന ഒരു വാൽ നക്ഷത്രം കടന്നു വന്നതുപോലെ ഇതേപോലെയുള്ള ഒരു വാൽ നക്ഷത്രം ഭൂമിക്കടുത്തുകൂടെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു പോയപ്പോ അബദ്ധത്തിൽ ഭൂമിയിൽ ജീവൻ വന്നു പോവുകയും പിന്നെ വളരുകയും ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് അത്ഭുതകരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദൈവത്തിന് അള്ളാഹുവിനെ സ്വീകരിക്കുവാൻ, അവനിൽ വിശ്വസിക്കുവാനുള്ള മടി കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള വിചിത്രവാദങ്ങളിലേക്കാണ് ഈ സുഹൃത്തുക്കൾ പോയി നിൽക്കുന്നത് എന്ന് ഭൂമിയിൽ ഒരിക്കലും ജീവൻ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് നമ്മൾ പറയുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം ഭൂമിയിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നതുകൊണ്ട് എവിടെയോ ആ സാഹചര്യം ഉണ്ടായി. ഏതോ ദശലക്ഷക്കണക്കിന് പ്രകാശവർഷം ദൂരെയുള്ള ഒരു നക്ഷത്രത്തിൽ അത്തരം ഒരു വാൽ നക്ഷത്രത്തിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് പരിശോധിക്കാൻ ഏതായാലും കഴിയില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, എന്നിട്ട് ആ സാഹചര്യത്തിൽ അവിടുന്ന് ജീവനുണ്ടായി, അങ്ങനെ ജീവന് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വന്നു വീണു എന്ന് പറയുന്ന വാദം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഇത്തരം വാദങ്ങളുടെ അടിത്തറയിൽ നിൽക്കുന്ന പരിണാമവാദത്തിന്റെ സഹായം വേണോ പരിശുദ്ധ ഖുർആനിന് സൃഷ്ടി പ്രക്രിയയെ വിശദീകരിക്കാൻ ഒരിക്കലും ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് മനുഷ്യനെ പടച്ച തമ്പുരാൻ ഭൂമിയിലേക്ക് പ്രത്യേകക്കാരനായി സൃഷ്ടിച്ചതാണ് എന്ന് തന്നെയാണ്. പ്രത്യേകക്കാരനായി ഇന്നീ ജാഇലുൻ ഫിൽ അർദി ഖലീഫ, മനുഷ്യനെ ഭൂമിയിലേക്ക് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രത്യേകമായ ദൗത്യത്തോടു കൂടിയാണ്. ആ ദൗത്യം എന്താണ്? നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് തിന്മയുടെ പാതയിൽ നിന്നകന്ന് നന്മയുടെ മാർഗത്തിലൂടെ മുന്നോട്ടു പോയി അവന്റെ ലക്ഷ്യം മനസ്സിലാക്കി അവ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പണിയെടുക്കുക എന്ന ദൗത്യത്തിനു വേണ്ടി, ആ ഒരു ഉദ്ദേശത്തിനു വേണ്ടി സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സൃഷ്ടിച്ചതാണ് മനുഷ്യനെ എന്നാണ് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. പടച്ചവന്റെ പ്രത്യേക സൃഷ്ടിയാണ് മനുഷ്യൻ. അത് ഖുർആനും ഹദീസുകളും കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. അതിന്റെ ഒരു വിശദീകരണത്തിന്, അതിന്റെ ഒരു നിലനിൽപ്പിന് മരണപ്പെട്ട് ജീവശാസ്ത്രത്തിന്റെ മ്യൂസിയത്തിൽ മാത്രം നിൽക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ജീവപരിണാമത്തിന്റെ ഒരു സപ്പോർട്ട് പരിശുദ്ധ ഖുർആന് കൊടുത്തു കഴിഞ്ഞാൽ ആ സപ്പോർട്ട് ഈ അടുത്ത് പൊളിഞ്ഞു വീഴും. അതുകൊണ്ട് പിന്നെ ഖുർആൻ പൊളിഞ്ഞു വീഴലായിരിക്കും ഫലം. അതുകൊണ്ട് ആ സപ്പോർട്ടിന്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ബഹുമാന്യ സുഹൃത്തിനോട് വളരെ വിനീതമായി പറയാനുള്ളത്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ജഅല എന്ന വാക്കിന്റെ അർത്ഥം സൃഷ്ടിപ്പല്ല, നിയോഗിപ്പാണ്. എം അക്ബർ സാഹിബിനെ ഏതെങ്കിലും ഒരു കോളേജിന്റെ ലെക്ചററായിട്ട് നിയോഗിക്കണമെങ്കിൽ ആദ്യം എം അക്ബർ സാഹിബ് ഇവിടെ വേണം. അതേപോലെയാണ് ആദമിന്റെ കാര്യത്തിൽ ദൈവം പറഞ്ഞതായി ഖുർആനിൽ പറയുന്നത്. ഇന്നി തീർച്ചയായിട്ടും ജഅല ഞാൻ നിയോഗിക്കുന്നു ഫിൽ അർളി ഭൂമിയിൽ ഖലീഫത്തൻ ഒരു പ്രതിനിധിയെ എന്നാണ്. അതല്ലാതെ ഇന്നി ഖാലിഖുൻ ഫിൽ അർളി ഇൻസാൻ എന്നല്ല ആയത്ത്. എനിക്ക് പന്താരങ്ങാടിയിലെ ആ ചോദ്യം ഒന്നും കൂടി ഇവിടെ ഉണർത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ട്. സാറ് അതിലേക്ക് വന്നില്ല. അതായത് പന്താരങ്ങാടിയിൽ ഞാൻ പറഞ്ഞത് ദൈവം സൃഷ്ടിപ്പിൽ വിവേചനം കാണിക്കുന്നവനല്ലെന്ന ആ സിഫത്തിനെയാണ് സൃഷ്ടിവാദം കൊണ്ട് പൊളിഞ്ഞു പോകുന്നതെന്ന്. അതായത് ഈ ഉള്ളവരെ ഒന്നും സൃഷ്ടിച്ച പോലെയല്ല ആദമിനെ ദൈവം സൃഷ്ടിച്ചത്. അത് ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ എന്ന് പറയുകയും മലക്കുകളോട് പറയുകയും മലക്കുകൾ മണ്ണ് കൊണ്ടുവരാൻ പറയുകയും മലക്കുകളോട് മണ്ണ് കൊണ്ടുവന്ന് മനുഷ്യന്റെ രൂപമുണ്ടാക്കി അതിൽ ദൈവം ഊതുകയും ഊതിയതിനു ശേഷം ഭൂമിയിലുള്ള സകലതും ആദമിനെ പഠിപ്പിക്കുകയും എന്നിട്ട് മലക്കുകളോട് ആദമിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറയുകയും ചെയ്തു എന്നാ. അപ്പോ എന്നെയും നിങ്ങളെയും ഒന്നും സൃഷ്ടിക്കാത്തതുപോലെ ഒരു വിവേചനത്തിലൂടെ, അതായത് മണ്ണ് കൊണ്ടുവന്ന് മനുഷ്യന്റെ രൂപമുണ്ടാക്കി ഊതി ചെയ്ത ആ പ്രക്രിയ വിവേചനപരമാണ്. അങ്ങനെ വിവേചനത്തിലൂടെ ഉണ്ടാക്കി ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം തീർക്കേണ്ട ഗതികേട് ദൈവത്തിന് ഉണ്ടായെങ്കിൽ തന്നെ ആ വിവേചനത്തിലൂടെ ഉണ്ടാക്കിയ സൃഷ്ടി മോശമായി. വലാ തഖ്റബ ഹാദിഹി ശജറത ഫതകൂന മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് വാരിയല്ലോരി ഉണ്ടാക്കിയ ഔവയുടെ ഇണയുടെ വാക്കിനെ നടപ്പിലാക്കാൻ വേണ്ടി ആ പഴം ഭക്ഷിച്ചു. അന്ന് ആദമിന് പകരം
എന്റെ സുഹൃത്തിനെയായിരുന്നു ദൈവം സൃഷ്ടിച്ചതെങ്കിൽ അവൻ അന്യജാതിപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും സൃഷ്ടാവിന്റെ വാക്ക് ധിക്കരിക്കുമായിരുന്നില്ല. അങ്ങനെ ധിക്കരിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഇന്ന് സ്വർഗത്തിൽ തന്നെ വസിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ദൈവം വിവേചനം കാണിച്ചു എന്ന് മാത്രമല്ല, വിവേചനത്തിലൂടെ ഉണ്ടായ സൃഷ്ടി മോശമാകുകയും ചെയ്തു എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഇന്നും ഞാൻ പറയുന്നു, ആ വിവേചനത്തിന്റെ പരിണിത ഫലമാണ് ഹവ്വയുടെ ഭാര്യയിലൂരി, ആദമിന്റെ ഭാര്യയിലൂരി ഹവ്വയെ സൃഷ്ടിച്ചതും, ഹവ്വയുടെ ഒരു പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും, രണ്ടാമത്തെ പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും, ആദ്യത്തെ പ്രസവത്തിലെ സഹോദരൻ രണ്ടാമത്തെ പ്രസവത്തിലെ സഹോദരിയുമായി രമിക്കുന്നു, അതിൽ മക്കളുണ്ടാകുന്നു. രണ്ടാമത്തെ പ്രസവത്തിൽ ആദ്യത്തെ പ്രസവത്തിലെ സഹോദരി രണ്ടാമത്തെ പ്രസവത്തിലെ സഹോദരനുമായി രമിക്കുന്നു, അടുത്ത തലമുറയുണ്ടാകുന്നു. ഗതികേടിന്റെ ആഴം നോക്കണം. അന്ന് കൊണ്ടുവന്ന മണ്ണ് നേർപകുത്തി രണ്ടാദമിനെ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ, ആ രണ്ടാദമിൽ നിന്നും ഓരോ വാര്യലൂരി രണ്ട് ഹവ്വയെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഈ ഗതികേടുണ്ടാകുമായിരുന്നില്ല. പലപ്പോഴും ഒരേ സമയം രണ്ട് പ്രവാചകന്മാരെ ഇത്രമാത്രം വലിയ ദൗത്യമല്ലാതിരുന്നിട്ട് പോലും നിയോഗിച്ച ദൈവം ഈ സമയത്തെങ്കിലും അത് പാലിക്കണമായിരുന്നു. ഞാൻ പറയുന്നത് ഇത് ദൈവം പറഞ്ഞതല്ല, നിങ്ങളുടെ സൃഷ്ടി മാത്രമാണ്. ഖുർആനിൽ പറയുന്നു വിവേചനമില്ല സൃഷ്ടിപ്പിൽ. വിവേചനമില്ലാത്ത സൃഷ്ടിപ്പ് സാധ്യമാവൽ പരിണാമ ഘട്ടത്തിൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് ഞാൻ പറയുന്നത്. പരിണാമത്തിലൂടെ മാത്രമേ വിവേചനമില്ലാത്ത സൃഷ്ടിപ്പ് സാധ്യമാകൂ. പടച്ചവൻ ഇങ്ങനെയെല്ലാം സൃഷ്ടിക്കേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ വാദം. പടച്ച തമ്പുരാന്റെ സൃഷ്ടിപ്പിന് മുമ്പ് ഒരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് വരായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം പടച്ചവൻ എങ്ങനെ സൃഷ്ടിക്കണം എന്നുള്ള മൂപ്പരുടേതായ താല്പര്യങ്ങൾ പറയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ യുക്തിവാദികളുടെ ഒരു 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 വലിയ പാപ്പരത്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാപ്പരത്വം. ഇവിടെ നീ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വിചാരിക്കുക, എങ്കിൽ പരിണാമവാദം ശരിയാവണം എങ്ങനെ? ഞാനിവിടെ പറഞ്ഞ ജീവപരിണാമം എന്ന ആശയം അശാസ്ത്രീയവും അബദ്ധജടിലവുമാണ് എന്ന് വളരെ കൃത്യമായി ഇവിടെ പറയുകയും ആ ജീവപരിണാമം എന്ന ആശയത്തെ സമർത്ഥിക്കുവാൻ ശാസ്ത്രീയമായി യാതൊരു തെളിവുമില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ, ഇസ്ലാമിലെ ഏതെങ്കിലും ഖുർആനിൽ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ടിട്ട് അത് പറഞ്ഞാൽ അതുകൊണ്ട് ഇത് മറച്ചുവെക്കാൻ കഴിയുമെന്നാണ് കേരളത്തിലെ യുക്തിവാദികൾ കരുതിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, അത് അതേപോലെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ അതേ വാദം അതേപോലെ സമ്മതിച്ചാൽ തന്നെ അതുകൊണ്ട് എങ്ങനെയാണ് ജീവപരിണാമം ശരിയാവുക? ഇനി പ്രശ്നം ആദമിന്റെ സൃഷ്ടിയിൽ ഉള്ള പ്രശ്നം. ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ഇവിടെ മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെയാണ് പറയുന്നത്. കളിമണ്ണിന്റെ സത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യനെ എന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ആ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഹദീസുകൾ വ്യക്തമാക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഇക്കാര്യം കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ജഅല ജാഇലു എന്ന് പറയുന്ന അറബി പദ ധാതു ഒന്നും എടുക്കേണ്ടതില്ല. അത് തീർച്ചയായും മനുഷ്യന്റെ ദൗത്യത്തെയാണ് കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ എന്ത് നിശ്ചയിച്ചു, മനുഷ്യനെ ഖലീഫയായി കൊടുത്തു എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചു കളിമണ്ണിന്റെ സത്തിൽ നിന്ന്. അതിനുശേഷം മനുഷ്യനെ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവിടെ സൃഷ്ടിപ്രക്രിയയെ കുറിച്ച് പറയുമ്പോൾ ആ സൃഷ്ടിപ്രക്രിയയിൽ ഖുർആനിന്റെ വീക്ഷണം എന്താണ് എന്നതല്ല നമ്മൾ തമ്മിലുള്ള തർക്കം. ജീവപരിണാമത്തിന്റെ ഒരു സപ്പോർട്ട് പരിശുദ്ധ ഖുർആൻ ആവശ്യമാണോ എന്നുള്ളതാണ്. പിന്നെ ആദമിന്റെ സൃഷ്ടിയിൽ രണ്ട് ആദമുകളെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ, രണ്ട് ഹവ്വകളെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഇപ്പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നത് ഞാൻ പറഞ്ഞതുപോലെ കേവലമായ യുക്തിവാദികളുടെ കേവലമായ ഒരു തരത്തിലുള്ള മാനസികമായ അഭിരമിക്കൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം എങ്ങനെയാണ് അബദ്ധമായി തീരുന്നത്?
എങ്ങനെയാണ് പ്രശ്നമായി തീരുന്നത്? എങ്ങനെയാണ് അപകടമായി തീരുന്നത്? അതിന്റെ യുക്തി എന്താണ്? ജീവവർഗങ്ങളിൽ 5000-ലധികം സസ്തനികൾ ഉണ്ടായിട്ട് ആ സസ്തനികളിൽ മനുഷ്യൻ എന്ന ഹോമോസാപ്പിയൻ എന്ന സസ്തനി ഒഴിച്ച് ബാക്കി എല്ലാ സസ്തനികളും അവയുടെ മുലകുടിപ്രായം കഴിഞ്ഞാൽ സ്വന്തം അമ്മയുമായി ബന്ധപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. സഹോദരന്മാർ തമ്മിൽ ബന്ധപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യൻ ഒരു കുരങ്ങിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി വന്നിട്ട് ഒറാങ്ങൊട്ടാങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടാകുമ്പോൾ മാത്രം ഒരു പുതിയ ധാർമ്മികത ആവശ്യമായി വരുന്നതിന്റെ അനിവാര്യത എവിടുന്നാ യുക്തിവാദികൾക്ക് വന്നത്? അവിടെ പടച്ചോനെ സഹായിക്കാൻ വേണ്ടി കൺസൾട്ടേഷൻ നടത്തുന്നതിന് മുമ്പ് അവനവന്റെ ധാർമ്മിക പരിപ്രേക്ഷ്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ട ബാധ്യതയില്ലേ? യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ഭൗതികവാദികൾക്ക് ആദമിന്റെ മക്കൾ തമ്മിൽ പരസ്പരം വിവാഹം ചെയ്തു എന്ന വാദം അപകടമായി തീരുന്നത്? അത് അബദ്ധമായി തീരുന്നത് എങ്ങനെയാണ്? പടച്ച തമ്പുരാൻ സൃഷ്ടിയിൽ വിവേചനം കാണിച്ചില്ല എന്നത് പടച്ച തമ്പുരാൻ സൃഷ്ടിയിൽ വിവേചനം കാണിച്ചില്ല എന്നത് ആദമിന്റെ സൃഷ്ടിയെ മറ്റു മനുഷ്യരുടെ സൃഷ്ടിയുമായി വിവേചനം കാണിച്ചില്ല എന്നാണ് അർത്ഥമെന്ന് ആരാണ് സുഹൃത്തിന് പറഞ്ഞു തന്നത്? പടച്ച തമ്പുരാൻ സൃഷ്ടികളിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടി പ്രക്രിയയിൽ ഒന്നിനെയും വിവേചനം കാണിച്ചിട്ടില്ല. അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യന്റെ സൃഷ്ടി പ്രക്രിയയിൽ തന്നെ നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അത് വിവേചനമാണോ? മനുഷ്യന് അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകുന്നു, അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് വിവേചനമാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ മതവിശ്വാസികൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നം മാത്രമാണ്. ഇവിടെ ജീവപരിണാമത്തെ മതവിശ്വാസികൾ പറയുന്ന പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ള അടിസ്ഥാനപരമായ ആശയത്തിന് പകരമായി നിൽക്കുന്ന ജീവപരിണാമം എന്ന ഡാർവിനിൽ തുടങ്ങി സ്റ്റീഫൻ ജെ ഗോൾഡിൽ എത്തി നിൽക്കുന്ന ഈ ആശയമുണ്ടല്ലോ, ഈ ആശയത്തെ സമർത്ഥിക്കാൻ എന്താണുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. ഈ ആശയത്തെ സമർത്ഥിക്കാൻ ശാസ്ത്രീയമായി, ശാസ്ത്രത്തിന്റെ പേര് പറയുമ്പോൾ ശാസ്ത്രീയമായി സമർത്ഥിക്കണം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നതായതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കാൻ കഴിയുന്നത് കൊണ്ട് നമ്മുടെ അന്വേഷണത്തിനപ്പുറത്തുള്ള ഒരു പ്രക്രിയയായതുകൊണ്ട് തന്നെ അവിടെ അന്വേഷണം അവസാനിക്കുന്നു. തീർച്ചയായും പടച്ചവൻ പറഞ്ഞത് അതേപോലെ വിശ്വസിക്കുന്നു. അവിടെ ഒരു അപഗ്രഥനത്തിന് പ്രസക്തിയില്ല. എന്നാൽ ജന്തുജീവവർഗങ്ങൾ മുഴുവനും പരിണാമത്തിലൂടെയാണ് ഉണ്ടായത് എന്ന് പറയുന്നവർക്ക് എന്ത് തെളിവാണ് ആ വിഷയത്തിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആദം നബിയും ഹവ്വാ ബീവിയും ഒരാളെ സൃഷ്ടിക്കുന്നതിന് പകരം ഒരു 5 എണ്ണത്തിനെ സൃഷ്ടിച്ചാൽ ഒന്ന് യൂറോപ്പിക്കും, ഒന്ന് ഇന്ത്യയിൽക്കും, ഒന്ന് ആഫ്രിക്കയ്ക്കും പറഞ്ഞയച്ചൂടായിരുന്നോ എന്നെല്ലാം ചോദിക്കാം. എന്നെല്ലാം ഒരാൾക്ക് ചോദിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പടച്ച തമ്പുരാന്റെ സൃഷ്ടി പ്രക്രിയക്ക് അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപൂർത്തീകരണത്തിന് കൃത്യമായ രൂപത്തിൽ പടച്ച തമ്പുരാൻ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ യുക്തിവാദികൾ ആദർശപരമായി നട്ടലുള്ളവരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ഭൗതികവാദം ദാർശനികമായി സത്യസന്ധമാണ് എന്ന് സമർത്ഥമായി സ്ഥാപിക്കുവാനുള്ള നട്ടല് കാണിക്കലാണ്. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ പരിശുദ്ധ ഖുർആൻ വായിച്ചിട്ടില്ല എന്ന് പറയുന്നയാൾ ഖുർആനിന്റെ ഏറ്റവും വലിയ വിമർശകനായി തീരുന്ന വൈരുദ്ധ്യത്തിന്റെ പേരാണ് അന്താരാഷ്ട്ര യുക്തിവാദം. അന്താരാഷ്ട്ര യുക്തിവാദം, കേരളത്തിലെ യുക്തിവാദം എന്നല്ല, അന്താരാഷ്ട്ര യുക്തിവാദം ഈ വൈരുദ്ധ്യത്തിന്റെ പേരാണ്. ഞാൻ അതിലേക്ക് പിന്നീട് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് യുക്തിവാദികൾ ദാർശനികമായി സത്യസന്ധരാണെങ്കിൽ, അവർ വിശ്വസിക്കുന്ന ആദർശം സത്യമാണ് എന്ന് സത്യസന്ധമായി വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് തങ്ങളുടെ ആദർശത്തെ സമർത്ഥിക്കുവാൻ, ആ ആദർശത്തെ സമർത്ഥിച്ചുകൊണ്ട് പൊതുജന സമക്ഷം വെക്കാൻ, ആ കാര്യത്തിലുള്ള ചോദ്യങ്ങൾക്ക് മതത്തിന്റെ കാര്യത്തിൽ നെഞ്ചു നിവർത്തി നിന്നുകൊണ്ട് മറുപടി പറയുന്നത് പോലെ നെഞ്ചു നിവർത്തി നിന്നുകൊണ്ട് മറുപടി പറയാൻ ഉള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം നിർവഹിക്കലാണ്. അത് നിർവഹിക്കാതെ ഏതെങ്കിലും മതവിശ്വാസത്തിന്റെ ഏതെങ്കിലും ശാഖോപശാഖകളിൽ പിടിച്ച് അതിൽ അഭിരമിച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അവർക്ക് സംതൃപ്തി കിട്ടുമെങ്കിൽ അവർ ചൊറിയട്ടെ, അതിന് മറുപടിയില്ല എന്ന് കരുതരുത്. പക്ഷേ അത് ദാർശനികമായ സത്യസന്ധതയില്ലാത്തവയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു വിവേകമെങ്കിലും ഉണ്ടാകണം എന്നാണ് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.
നിശ്ചല വസ്തുക്കളെ ആരാധിക്കരുതെന്ന് പ്രത്യേകം പറയുന്ന മതമാണല്ലോ ഇസ്ലാം. അപ്പോൾ എന്തുകൊണ്ടാണ് കിഴബയ്ക്ക് ചുറ്റും നമ്മൾ പ്രദക്ഷിണം വെക്കുന്നതും മറ്റും ചെയ്യുന്നത്? റഫീഖ് നിലമ്പൂര്. സുഹൃത്ത് നിലമ്പൂർ റഫീഖിന്റെ ചോദ്യം, നിശ്ചല വസ്തുക്കളെ ആരാധിക്കരുതെന്ന് നിഷ്കർഷിക്കുന്ന മതമാണ് ഇസ്ലാം, പിന്നെ എന്തുകൊണ്ടാണ് കഅബാലയത്തെ പ്രദക്ഷിണം വെക്കുന്നതും മറ്റുമെല്ലാം എന്ന്. യഥാർത്ഥത്തിൽ റഫീഖ് മനസ്സിലാക്കി കൊടുത്ത ചെറിയൊരു തകരാറുണ്ട്. നിശ്ചല വസ്തുക്കളെ എന്നല്ല, സൃഷ്ടികളെയൊന്നും ആരാധിച്ചുകൂടാ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. സൃഷ്ടികൾ അത് നിശ്ചലമാണെങ്കിലും ചലനാത്മകമാണെങ്കിലും എന്താണെങ്കിലും സൃഷ്ടാവ് മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. പരിശുദ്ധ ഖുർആൻ തന്നെ മനുഷ്യരോട് ഏറ്റവും അടിസ്ഥാനപരമായി ആവശ്യപ്പെടുന്ന കാര്യം അതാണ്. യാ യുഹന്നാസ് അബ്ദു റബ്ബക്കുമുല്ലദി ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെയാണ്. അതാണ് ഖുർആനിന്റെ ഇസ്ലാമിന്റെ ഏറ്റവും അടിത്തറ. പിന്നെ എന്തുകൊണ്ടാണ് കഅബാലയത്തെ പ്രദക്ഷിണം വെക്കുന്നത്? ആരാധന എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ സംഭവിച്ച അബദ്ധമാണ് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ വിമർശകർ അടക്കം ഉന്നയിക്കുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുൾക്കൊള്ളുന്ന കർമ്മങ്ങളാണ്. പ്രാർത്ഥന സർവലോകരക്ഷിതാവായ തമ്പുരാനോട് മനുഷ്യർ അവരുടെ കഴിവുകൾ അവസാനിക്കുകയും അത്തരം കഴിവ് ആവശ്യമായി വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ നടത്തുന്ന അഭ്യർത്ഥനയാണ് പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥന എന്ന പദത്തെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന മനുഷ്യരുടെ കഴിവുകൾ അവസാനിക്കുന്നിടത്ത് അവർ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾ, അത് ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരും എല്ലാമായ ആളുകളോട് ചോദിക്കുന്ന ആളുകളുടെ ഇപ്പം തന്നെ നമുക്കറിയാം. ഇവിടെ തന്നെ മാതാ അമൃതാനന്ദമയ്യെ പോലെയുള്ള ആൾ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ. പ്രാർത്ഥനയുൾക്കൊള്ളുന്ന കർമ്മങ്ങളാണ് ആരാധന. പ്രാർത്ഥനയുൾക്കൊള്ളുന്ന കർമ്മങ്ങളാണ് ആരാധന. ആരോടാണോ പ്രാർത്ഥിക്കപ്പെടുന്നത് അവരോടുള്ള ആരാധനയാണ് കർമ്മങ്ങൾ എന്താണെങ്കിലും. ഇപ്പൊ നമസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയും, മുസ്ലിം നമസ്കരിക്കുന്നത് ആദ്യം കൈ വെച്ചുകൊണ്ടാണ്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമസ്കാരം തുടങ്ങുന്നു. ഈ നമസ്കാരത്തിന്റെ സമയത്ത് അവൻ ഹൃദയത്തെയാണോ ആരാധിക്കുന്നത്, മനുഷ്യ ശരീരത്തെയാണോ ആരാധിക്കുന്നത്? അല്ല, മറിച്ച് പ്രാർത്ഥനകളെല്ലാം സർവലോകരക്ഷിതാവായ തമ്പുരാനോടാണ്. അതുകൊണ്ട് തന്നെ ആരാധന സട്ടാവിനോടാണ്. നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമസ്കാരത്തിലെ സാഷ്ടാംഗ പ്രണാമമാണ്, സുജൂദ്. സുജൂദിന്റെ സന്ദർഭത്തിൽ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവങ്ങൾ മുഴുവനും ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് അവൻ ആ ഭൂമിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഈ സന്ദർഭത്തിൽ അവൻ ആരാധിക്കുന്നത് ഭൂമിയെയാണോ? അല്ല. എന്തുകൊണ്ടെന്നാൽ ആ സന്ദർഭത്തിൽ അവന്റെ പ്രാർത്ഥനകൾ മുഴുവനും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനോടാണ്. ഇങ്ങനെ ഏത് കർമ്മം ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥന ആരോടാണോ അവനോടാണ് ആരാധന എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ആണ് കഅബാലയവുമായി ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെല്ലാം പ്രസക്തമാകുന്നത്. ഹജ്ജിനു വേണ്ടി ഉംറയ്ക്ക് വേണ്ടി നമ്മൾ കഅബാലയത്തിന്റെ അടുക്കലെത്തുന്നു. കഅബാലയത്തോട് വല്ല പ്രാർത്ഥനയുമുണ്ടോ? കഅബാലയത്തോട് പ്രാർത്ഥനയില്ല, മറിച്ച് സർവലോകരക്ഷിതാവായ തമ്പുരാനോടാണ് പ്രാർത്ഥന. കഅബാലയത്തെ എന്തുകൊണ്ട് പ്രദക്ഷിണം വെക്കുന്നു? അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് എന്നാണ് ഉത്തരം. അള്ളാഹു അങ്ങനെ കൽപ്പിച്ചു, അതുകൊണ്ട് അത് ചെയ്യുന്നു. കഅബാലയം എന്തെങ്കിലും കഅബാലയത്തെ ആരാധിച്ചുകൊണ്ടല്ല, അതിനോട് പ്രാർത്ഥിച്ചുകൊണ്ടല്ല, മറിച്ച് സർവലോകരക്ഷിതാവായ തമ്പുരാൻ എന്നോട് കൽപ്പിച്ചു മക്കയിൽ പോയി കഅബാലയത്തെ പ്രദക്ഷിണം വെക്കണമെന്ന്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. സർവലോകരക്ഷിതാവായ തമ്പുരാൻ നാട്ടിൽ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ കൈകെട്ടുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള നമസ്കാരം നിർവഹിക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. സർവലോകരക്ഷിതാവായ എന്നോട് തമ്പുരാൻ എന്നോട് കൽപ്പിച്ചു റമദാൻ മാസത്തിൽ കൃത്യമായി പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് വ്രതമനുഷ്ഠിക്കണമെന്ന്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. സർവലോകരക്ഷിതാവായ തമ്പുരാൻ എന്നോട് കൽപ്പിച്ചു ഞാൻ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ നിശ്ചിതമായ ഒരളവ് പാവങ്ങളുടെ അവകാശമാണ്, അതവർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. ഇവിടെയെല്ലാം ഞാൻ ചെയ്യുന്നത് എന്ത് എന്നതല്ല, ഒരു കാര്യത്തെ ആരാധനയാക്കി തീർക്കുന്നത്, ആരോടുള്ള ആരാധനയാണോ ആക്കി തീർക്കുന്നത് അത്
ആരോടാണോ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സക്കാത്ത് നമ്മൾ നൽകുന്നത് പാവപ്പെട്ടവനാണ്. പക്ഷെ പാവപ്പെട്ടവനെ ആരാധിക്കുകയല്ല, സമ്പത്താണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. സമ്പത്തിനെ ആരാധിക്കല്ല, മറിച്ച് പടച്ചവന്റെ കൽപ്പന പാവപ്പെട്ടവന് കൊടുക്കാൻ, മനസ്സിൽ പടച്ചവനെ നീ ഇത് സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ആരാധന പടച്ചവനോട്. ഇതേപോലെ തന്നെ കഅബാലയത്തെ ഒരിക്കലും മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. കഅബാലയത്തിനോട് ഏതെങ്കിലും ഒരു പ്രാർത്ഥന മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല, കഅബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് തന്നെ, പ്രവാചകന്റെ മുൻപ് തന്നെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് തന്നെ ഉള്ളതാണ്. ഹജ്ജും ഉംറയുമല്ല, അക്കാലഘട്ടത്തിൽ പോലും അവരുടെ ബഹുദൈവ ആരാധന നിലനിന്നിരുന്ന കാലത്ത് പോലും അവരുടെ പ്രാർത്ഥനകളിൽ ഒരിക്കലെങ്കിലും കഅബാലയം ഉൾപ്പെട്ടതായി തെളിയിക്കുന്ന രേഖകൾ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനർത്ഥം കഅബാലയം ഒരിക്കലും ആരാധിക്കപ്പെട്ട ഒരു വസ്തുവായിട്ടില്ല, ഒരു ഗേഹമായിട്ടില്ല, മറിച്ച് അത് നമ്മൾ പ്രദക്ഷിണം വെക്കുന്നത് പടച്ചവന്റെ കൽപ്പന പ്രകാരം, അപ്പോൾ പ്രാർത്ഥിക്കുന്നത് പടച്ചവനോട്. അതുകൊണ്ട് ആരാധനകൾ അവനോടാണ്, അവനോട് മാത്രമാണ്. സാർ, ഞാൻ മുഹമ്മദ് നരിക്കുന്നൻ, പെരുന്താറ്റി, ഇവിടെ അടുത്താണ്. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 2ാം പതിറ്റാണ്ടിൽ മാതാപിതാക്കളും മക്കളും രക്ഷിതാക്കളും സഹോദരി സഹോദരന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ അകലമാണ്. എന്താണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഖുർആനിൽ പഠിപ്പിക്കുന്നു, മാതാവെന്ത് ഇമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. രക്ഷിതാവെന്ത്, എന്നിട്ടും എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നു, എന്നിട്ടും മനുഷ്യൻ അകന്നു പോകുന്നു. വയസ്സാകുന്ന രക്ഷിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളിവിടുന്ന സഹോദരന്മാരും സഹോദരിമാരുമാണ് ഈ 2ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ ഈ അവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങുന്നത് എന്ന് വ്യക്തമായ ഒരു മറുപടി സാർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്നതിനുള്ള മറുപടി നൽകണമെന്നാണ് ബഹുമാന്യനായ ജ്യേഷ്ഠ സുഹൃത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മനുഷ്യബന്ധങ്ങൾ അത് പ്രസക്തമാകുന്നത്, ആ ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ അർത്ഥമാകുന്നത് മനുഷ്യനിൽ മാത്രമാണ്. ബാക്കി ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർ ബന്ധങ്ങളെ വിലമതിക്കുക മാത്രമല്ല, ബന്ധങ്ങൾക്കനുസൃതമായ ധാർമ്മികത നിലനിർത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ ബന്ധങ്ങളുടെ എല്ലാം അടിത്തറ പരിശോധിച്ചാൽ ദൈവിക മാർഗനിർദ്ദേശങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ പടച്ച തമ്പുരാന്റെ മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് മനുഷ്യർ തെറ്റുമ്പോഴാണ് ബന്ധങ്ങൾ ശിഥിലമാവുകയും പ്രശ്നമാവുകയും എല്ലാം ചെയ്യുന്നത്. അടിസ്ഥാനപരമായി പടച്ച തമ്പുരാന്റെ മാർഗനിർദ്ദേശം ഓരോ രംഗത്തുമുള്ള പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി എന്റെ സുഹൃത്ത് തന്നെ ഇവിടെ സൂചിപ്പിച്ച മാതാപിതാക്കളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് പടച്ചവനോടുള്ള കടപ്പാടിനോടനുബന്ധിച്ചാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹും വബിൽ വാലിദൈനി ഇഹ്സാന എന്നാണ് ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിൽ പടച്ച തമ്പുരാൻ പറയുന്നത്. തീർച്ചയായും നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അവനെ മാത്രം ആരാധിക്കണമെന്ന്, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് എന്ന്. ഈ കൽപ്പന കേവലം പടച്ചവന്റെ കൽപ്പനയായി ഉൾക്കൊള്ളുകയും അത് അനുധാവനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് സംതൃപ്തമായ മാതൃപുത്ര ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ആ ബന്ധങ്ങൾ ഇല്ലാതെയാകുന്നതിന് കാരണം അടിസ്ഥാനപരമായി പടച്ചവനിലുള്ള ബോധം നഷ്ടപ്പെടുന്നതാണ്. ഇവിടെ നമ്മുടെ ചുറ്റുപാടും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടിന്റെ ഒരു സംസ്കാരം തന്നെ ഒരു മുതലാളിത്ത സംസ്കാരമായി മാറുകയും കൊടുക്കൽ വാങ്ങലിന്റെ സംസ്കാരം ചെറുപ്പകാലം മുതലേ പഠിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഉപകാരമൊന്നുമില്ലാതായിത്തീരുന്ന മാതാപിതാക്കൾ കേവലം ഉപകാരമില്ലാത്ത കാഴ്ചപ്പണ്ടങ്ങളാണ് എന്നുള്ള വിചാരം കുട്ടികൾക്കുണ്ടാകുന്നു. നമ്മുടെ മീഡിയ ഈ രംഗത്തെല്ലാം സൃഷ്ടിക്കുന്ന അപകടകരമായ തലങ്ങൾ വളരെ വലുതാണ്. അത് മാത്രം തന്നെ മണിക്കൂറുകളോളം സംസാരിക്കേണ്ട കാര്യപാട്. ചെറുപ്പകാലഘട്ടം മുതൽക്ക് തന്നെ കുട്ടികൾ
ദൃശ്യമാധ്യമങ്ങളോട് എക്സ്പോസ്ഡ് ആയി മാറുമ്പോൾ ആ ദൃശ്യമാധ്യമങ്ങൾ ഒരു തരത്തിലുള്ള കച്ചവട സംസ്കാരം പഠിപ്പിക്കുകയും ഉപകാരമുള്ളതിന് മാത്രം നിലനിൽക്കണമെന്നുള്ള ആശയം പഠിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാതാപിതാക്കൾ കേവലം ഉപകാരമില്ലാത്ത ആളുകളായി തീരുമ്പോൾ പരമാവധി എന്റെ സുഹൃത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ കാരുണ്യമുള്ള മക്കൾ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി വിട്ടാൽ മതി, പരമാവധി അവർക്ക് ചെയ്യാൻ പറ്റുന്ന സേവനം അതാണ് എന്ന തലം വരുന്നു. ഇവിടെയെല്ലാം തന്നെ നമ്മുടെ സംസ്കാരം എന്തു പറഞ്ഞാലും അത് കൂടുതൽ കൂടുതൽ ദൈവനിഷേധപരമാകുന്നതിന്റെ ഫലമാണിത് എന്ന് പറയേണ്ടി വരും. ദൈവനിഷേധം എന്ന് പറയുമ്പോൾ ദൈവമില്ല എന്ന് വാദിക്കൽ മാത്രമല്ല ദൈവനിഷേധം എന്നാണ് ഖുർആനിന്റെ കാഴ്ചപ്പാട്. മറിച്ച് മതം ഹൃദയത്തിലേക്ക് കടന്നു പോകാതെ മതം കേവലം കർമ്മങ്ങളിലും കേവലം പുറമോടിയിലും ഒതുങ്ങുന്നതിനെ ഖുർആൻ വിശേഷിപ്പിച്ചത് മതനിഷേധം. എന്താണ്? അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതനിഷേധിയെ, മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടുപോ എന്ന് ചോദിച്ചതിന് ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലദീനഹും യുറാഊന, അവർ കാണിക്കാൻ വേണ്ടി മാത്രം മതത്തെ കൊണ്ടുപോകുന്നവരാണ് എന്നാണ്. അഥവാ മതം ഹൃദയത്തിലേക്ക് കടക്കണമെങ്കിൽ സർവലോക രക്ഷിതാവായ തമ്പുരാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധവും മരണാനന്തര ജീവിതം കൃത്യമായി അവന്റെ മുന്നിൽ എന്റെ ചെയ്തികൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട് എന്നുള്ള വിചാരവും ഉണ്ടാകണം. ആ വിചാരം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ് ചെറുപ്പകാലഘട്ടം മുതൽക്ക് തന്നെ നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അനന്തര ഫലമാണ് ഇപ്പറഞ്ഞ പ്രശ്നങ്ങളുടെ മുഴുവനും കാതൽ എന്നുള്ളതാണ് വസ്തുത. അവിടെ നമ്മൾ കൃത്യമായി കുട്ടികളെ യഥാരൂപത്തിലുള്ള ധാർമ്മിക വിദ്യാഭ്യാസവും നൽകി വളർത്തൽ മാത്രമാണ് അതിനുള്ള പരിഹാരം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ പേര് ഗഫൂർ, ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ്. എനിക്ക് ഖുർആന്റെ അകത്തുനിന്നാണ് ചില സംശയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഖുർആൻ വായിച്ചപ്പോൾ ഒരുപാട് സംശയങ്ങൾ. അതൊരു പക്ഷേ എൻ്റെ ദൈവസങ്കല്പം ഒരുപാട് ഉയർന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ അത്രത്തോളം മനസ്സിലാക്കുന്നതുകൊണ്ട് ആയിരിക്കാം. പക്ഷെ എനിക്ക് സംശയം ഉണ്ടായ ഒരുപാട് സംശയങ്ങൾ, ഒരു സംശയം ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. പിന്നെ ഖുർആൻ അൽ ബഖറയിൽ അള്ളാഹു പറയുന്നു, ഒരു ഉദാഹരണം പറയുന്നു. സത്യനിഷേധികളെ കൊണ്ടാണ് ഉദാഹരണം പറഞ്ഞത്. സത്യനിഷേധികളെ ഉപമിക്കാവുന്നത് വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോട് ഒച്ച വെക്കുന്നവനോടാകുന്നു എന്ന്. അവർ അന്ധരും മൂകരുമാണ്, അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. ഇതിൽ ഒച്ച വെക്കുന്നവരോടാണ് എന്നാണ് ഉപമിച്ചത്. വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോടാണ് എന്നല്ല, ജന്തുവിനോട് ഒച്ച വെക്കുന്നവനോടാണ് എന്ന്. ഈ ഒച്ച വെക്കുന്നവനാണോ പിന്നെ ചിന്തിച്ച് മനസ്സിലാക്കാത്തവർ, അല്ലെങ്കിൽ അവർ അന്ധരും മൂകരുമാണ്? ആരാണ് അവർ? ആ ചിന്തിച്ച് ഒച്ച വെക്കുന്നവനോ? ഇതൊന്ന് വിശദീകരിച്ച് നന്നായിരിക്കും. ഇതൊരു മനുഷ്യന്റെ വാക്കുകളാണെന്ന് എന്നെ കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഖുർആൻ വായിച്ചപ്പോഴൊക്കെ എനിക്ക് ദൈവികമായിട്ട് ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഒക്കെ മാനുഷികമാണ്, ഒന്നുകിൽ അതിമാനുഷികമാണ് എന്നാണ് മനസ്സിലായത്. വിശദീകരിക്കാം. ഖുർആൻ വായിച്ചപ്പോൾ അത് മാനുഷികമാണ് എന്ന് മനസ്സിലായതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിൽ സത്യനിഷേധികളെ ഉപമിച്ച കാര്യമാണ്. സത്യനിഷേധികളെ ഉപമിച്ചത് വിളിയും തെളിയുമില്ലാത്ത ജന്തുക്കളോട് ഒച്ച വെക്കുന്നവനെ പോലെയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഗഫൂറിന്റെ നിരീക്ഷണ പ്രകാരം ജന്തുക്കളോടാണ് ഉപമിച്ചതെങ്കിൽ കുറച്ചുകൂടി അർത്ഥവത്താകുമായിരുന്നു എന്നാണ്. തീർച്ചയായും നമ്മുടെ നിരീക്ഷണത്തിനപ്പുറത്ത് ചിന്തിക്കുവാൻ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും ഇക്കാര്യം മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സുഹൃത്ത് തന്നെ പറഞ്ഞതുപോലെ അതിമാനുഷികമാണ് ഖുർആൻ എന്ന് അദ്ദേഹം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ദൈവികമാണ് ഖുർആൻ എന്ന് എത്തേണ്ട കുറച്ച് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ? സത്യനിഷേധികളിൽ ഒരുപാട് തരം ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന സത്യനിഷേധികളിൽപ്പെട്ട കണ്ണും കാതും ശ്രദ്ധിക്കാതെ ജന്തുക്കളെ പോലെയായി തീരുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സുമ്മുൻ ബുക്കുമുൻ ഉംയുൻ എന്ന്. അഥവാ കണ്ണോ കാതോ ഹൃദയമോ ഉപയോഗപ്പെടുത്താത്ത ആളുകൾ, അത്തരം മനസ്സുപയോഗപ്പെടുത്താത്ത ചിന്തിക്കാത്ത ആളുകൾ, അതൊരു തരം. മറ്റൊരു തരം സത്യനിഷേധികൾ. ആ നിഷേധികൾ എന്താണ്? അവർ എപ്പോഴും ശബ്ദം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ എന്താണ് ചുറ്റും നടക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ബോധവുമില്ല. അവർ
അവർക്ക് ആ ചുറ്റുപാടും നടക്കുന്ന വർത്തമാനങ്ങളോ ചുറ്റുപാടും നടക്കുന്ന മാറ്റങ്ങളോ അതിനനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളോ ഇതൊന്നും ബോധമില്ലാതെ അവർ പറയുന്നത് എന്ന രൂപത്തിൽ അവരുടെ ദൗത്യം എന്നുള്ള രൂപത്തിൽ ഒച്ച വെച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് സത്യത്തിൽ യുക്തിവാദികളോടെല്ലാം ഉപമിക്കാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ ഖുർആനിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ വചനങ്ങളെ തോന്നിയിട്ടുള്ളത്. കാരണം ലോകം ഒരുപാട് മാറുന്നു, ലോകത്തിന്റെ ഗതി മാറുന്നു. തങ്ങൾ പറഞ്ഞ ആശയങ്ങളിൽ ഒന്നുമല്ല ലോകം എന്നുള്ള വസ്തുത പോലും മനസ്സിലാക്കാതെ ഒച്ച വെച്ചുകൊണ്ടേയിരിക്കുകയാണവർ. അവരുടെ ശബ്ദം യഥാർത്ഥത്തിൽ കാലത്തിനോ സമൂഹത്തിനോ ഉപയോഗപ്പെടുന്നതാണോ എന്നോ അതിന് പര്യാപ്തമായതാണോ എന്നൊന്നും പരിശോധിക്കാനോ ചിന്തിക്കുവാനോ തയ്യാറാകാതെ ശബ്ദകോലാഹലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ സത്യനിഷേധികളിലെ പല തരത്തിലുള്ള ആളുകളെ പല രംഗങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പല രൂപങ്ങളിൽ ഉപമിക്കുന്നത് കാണാൻ കഴിയും. ഖുർആനിൽ ബഖറയിൽ തന്നെ ഉപമാലങ്കാരങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. അത് ഓരോന്നും സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത്ഭുതകരമായ ഇത്തരം സംഗതികൾ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം. എന്റെ സുഹൃത്ത് ഒന്നുകൂടി മനസ്സിരുത്തി പരിശോധിച്ചാൽ അത് കൃത്യമാകും എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അക്ബർ സാഹിബ് വളരെ വ്യാഖ്യാനിച്ചു അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പറയുന്നത് സത്യനിഷേധികളെ ഉപമിക്കാവുന്നത് വിളിയും തെളിയുമില്ലാതെ ജന്തുവിനോട് ഒച്ച വെക്കുന്നവൻ നവർ അല്ല നവനോടാകുന്നു. പിന്നീട് പറയുന്നത് അവർ അന്തർമൂകരുമാണ്. ആരാണ് ഈ അവർ? അവൻ എന്നല്ല പറയുന്നത്, അവർ. ഇത് പ്രയോഗത്തിലെ തെറ്റാണ്, മാനുഷികമായി സംഭവിക്കുന്നത്. ഇതിൽ ദൈവികതയും ഇല്ല എന്നാണ്. പക്ഷെ ഇതിന് ഡയറക്റ്റ് ഒരു ഉത്തരം എനിക്ക് കിട്ടേണ്ടത്, അല്ലാതെ വ്യാഖ്യാനിച്ചു വേറെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടതാണ് ഞാൻ. ഇതിന് വ്യക്തമായിട്ട് മറുപടി കിട്ടിയിട്ടില്ല. വ്യാഖ്യാനിക്കാനാണല്ലോ താങ്കൾ ആവശ്യപ്പെടുന്നത്. ഇതിന് മറുപടി തരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വ്യാഖ്യാനിക്കണം എന്നല്ലേ? അല്ലെങ്കിൽ ആയത്തിൽ തന്നെ സുഹൃത്തിനോട് മനസ്സിലാക്കിയാൽ മതിയല്ലോ എന്താണ്. അപ്പോ വ്യാഖ്യാനിക്കരുത് എന്ന് പറയരുത്, വ്യാഖ്യാനിക്കലാണ് എന്റെ പണി. അതിനാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ ആരാണ്? ഇവിടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി എല്ലാ തരം ആളുകളെ കുറിച്ചും പറയുന്നു. എല്ലാ തരം ആളുകളെ കുറിച്ചും പറയുന്നു. ഞാൻ തന്നെ പറഞ്ഞു, സത്യനിഷേധികളെ ഒരുപാട് ആയത്തുകളിൽ ഖുർആൻ ഉപമിക്കുന്നുണ്ട്. ഒരു സ്ഥലത്തല്ല, ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ. ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ തന്നെയുള്ള 17 മുതൽക്കുള്ള വചനങ്ങൾ നോക്കുക. 2 തവണ സത്യനിഷേധികളെ ഉപമിക്കുന്നത് കാണാൻ കഴിയും. ഈ 2 ഉപമകളും, ഒന്ന് മിന്നൽ പിണരിനോട് ഉപമിക്കുന്നത്, മറ്റൊന്ന് മഴവെള്ളത്തിനോട്, അതിൽ അന്ധകാരത്തോട് ഉപമിക്കുന്നത്, ഇങ്ങനെ പലതും കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത് ഉപമാലങ്കാരങ്ങൾ ഉപമാലങ്കാരങ്ങളാക്കി മനസ്സിലാക്കണം. ആ ഉപമാലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ കൃത്യത ആ കാലഘട്ടത്തില് അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചുവോ അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ 2 കൂട്ടരും നിങ്ങൾ ആലോചിക്കുക. താങ്കൾ പറഞ്ഞ അതേ തലത്തിൽ തന്നെ എടുക്കുക. അതേ തലത്തിലെടുത്താൽ ഒന്ന് കാലികളാണ്, മറ്റൊന്ന് ഒച്ചയുണ്ടാക്കുന്നവരാണ്. ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. 2 കൂട്ടരും ഇവിടെ എന്താണ്? ഒന്ന് കാലികൾ, ഒന്ന് ഒച്ചയുണ്ടാക്കുന്നവർ. ആ ഒച്ചയുണ്ടാക്കുന്ന ഒച്ചയുണ്ടാക്കുന്നയാളെ ഒരു സ്ഥലത്ത് ഏകവചനമാണ് പ്രയോഗിച്ചത് എന്നുള്ളതാണ് എന്റെ സുഹൃത്തിന്റെ പ്രശ്നം. ഏകവചനം പ്രയോഗിക്കും. ആ ഏകവചനത്തിന്റെ പ്രയോഗത്തിൽ തന്നെ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഇത് ആരെക്കുറിച്ചാണോ ആരെയാണോ ഉദ്ദേശിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി ലഭിക്കുകയും ചെയ്യും. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവിടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് സത്യനിഷേധികളുടെ സ്വഭാവമാണ്. സത്യനിഷേധികളുടെ സ്വഭാവം പഠിപ്പിക്കുമ്പോൾ സത്യനിഷേധികളിൽ ചിലർ എന്താണ്? അവർ നേതൃത്വമുള്ളവരല്ല. അവർ മറ്റുള്ളവർ പറയുന്നത് അതേപോലെ കേൾക്കുന്നു, കണ്ണടച്ച് വിശ്വസിക്കുന്നു, കണ്ണടച്ച് പോകുന്നു, ഒന്നും ചിന്തിക്കുന്നില്ല. അത് കേൾക്കാനോ ചിന്തിക്കുവാനോ മറ്റെന്തെങ്കിലും കാണുവാനോ അവർ സന്നദ്ധമാകുന്നില്ല. അത്തരം ആളുകളെ ഉപമിക്കുന്നു. അതേസമയം അവരുടെ തന്നെ ലീഡർഷിപ്പിലുള്ള ആളുകൾ, ആ ലീഡർഷിപ്പിലുള്ള ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവർ എല്ലാവരുമല്ല. അവർ ഒറ്റപ്പെട്ടവരാകും, ഒരാളാകും, ഇങ്ങനെയെല്ലാം ഉണ്ടാകും. അത്തരം ആളുകൾ എന്താണ്? അത്തരം ആളുകൾ ലോകമെന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാതെ അവർ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ ചുറ്റും നടക്കുന്നത് എന്ത് എന്നവരുടെ വിഷയമല്ല. ഇത് 2
ഒരേപോലെ പരിശുദ്ധ ഖുർആനിൽ സുഹൃത്ത് സൂചിപ്പിച്ച ആയത്തിൽ കടന്നു വരുന്നു. സുഹൃത്ത് കൃത്യമായി ആയത്തേതാണ് എന്നും അതിന്റെ സംഭവങ്ങളും വിശദീകരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കൃത്യമായി നമുക്ക് പരിശോധിക്കാമായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആൻ ഏതൊരു ഉപമാലങ്കാരം പറയുമ്പോഴും അതിന് കൃത്യമായ തലങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഇത് എന്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് രണ്ടും എന്താണ്, രണ്ടും സത്യനിഷേധികളെ കുറിക്കുന്നതാണ്. ഖുർആനിൽ ഒന്ന് നേതൃത്വത്തെ കുറിക്കുന്നു, അവരൊച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അഥവാ കന്നുകാലികളെ നയിച്ചു കൊണ്ടുപോകുന്ന ആളുകളോട് ഉപമിച്ചുകൊണ്ട് അവർ ഒച്ചപ്പാടുണ്ടാക്കുന്നു. എന്ത് സംഭവിക്കുന്നു എന്നത് പ്രശ്നമാക്കാതെ, എന്നാൽ ഈ ഒച്ചപ്പാട് കേൾക്കുന്ന ആളുകളാകട്ടെ അവർ പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കുകയോ കണ്ണും കാതും കൊടുക്കുകയോ ചെയ്യുന്നില്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് ആയത്ത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാവുന്നതാണ് കൂടുതൽ പഠനത്തിന് വേണ്ടി. നമസ്കാരം, എൻ്റെ പേര് സതീഷ്, ഞാൻ പുളിക്കൽ നിന്ന് വരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ നേരത്തെ ഇവിടെ ഷാഹുൽ എന്ന സഹോദരന് കൊടുത്ത ഉത്തരത്തിൽ പ്രസംഗത്തിലൊക്കെ പറഞ്ഞു ഇസ്ലാമിന് ആധുനിക കാലഘട്ടത്തിൽ യാതൊരുവിധ ദാർശനിക പ്രതിസന്ധികളും ഇല്ല എന്നൊന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാരോടൊക്കെ ഒരുപാട് തവണ പല വിഷയങ്ങളും സംശയാസ്പദമായി ചോദിച്ചിരുന്നു. അപ്പോഴൊന്നും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും എന്നിൽ അവശേഷിക്കുകയുണ്ടായി. അപ്പോൾ അതുപോലത്തെ ഒരു മൂന്ന് സന്ദർഭങ്ങൾ ഞാനിവിടെ പ്രോബ്ലംസ് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അതിന് താങ്കളൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുകയാണ്. ഒന്ന്, നമ്മുടെ നിർഭാഗ്യവതിയായ സഹോദരി സൗമ്യ ട്രെയിനിൽ വെച്ച് ഗോവിന്ദചാമി എന്ന ഒരു ക്രൂരനാൽ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട ഒരു സഹോദരി. ഈ സഹോദരി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശിർക്ക് ചെയ്ത ഒരു സ്ത്രീയാണ്. ശിർക്ക് ചെയ്തതാണ്. അവൾ ഇസ്ലാം മതം മരിക്കുന്നതിന് മുൻപ് സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിവ്. അപ്പം ഇസ്ലാമിന്റെ തത്വശാസ്ത്ര പ്രകാരം അള്ളാഹു എന്ന ദൈവത്തിന്റെ നിയമപ്രകാരം ആ സ്ത്രീ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അവർ ചെയ്ത നന്മയ്ക്ക് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടായേക്കാം, പക്ഷെ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് വരുന്നത് ഗോവിന്ദചാമി എന്ന് പറയുന്ന പ്രതിയാണ്. ഈ പ്രതി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വേള താങ്കളെ പോലുള്ളവരുടെ പ്രബോധനം കേട്ട് അദ്ദേഹം ഒരു പക്ഷേ നാളെ ഇസ്ലാം മതം സ്വീകരിച്ചാൽ തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാന പ്രകാരം അദ്ദേഹത്തിന് സ്വർഗം കിട്ടേണ്ടതാണ്. അപ്പോ അള്ളാഹുവിന്റെ വേറൊരു വാഗ്ദാനം നീതിയാണ്. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സൗമ്യ എന്ന ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഈ സ്ത്രീക്ക് അള്ളാഹു എങ്ങനെയാണ് നീതി നടപ്പിലാക്കി കൊടുക്കുന്നതെന്ന് എനിക്ക് സംശയം. സൗമ്യയിലും ഗോവിന്ദചാമിയിലുമുള്ള അള്ളാഹുവിന്റെ നീതിയാണ് സുഹൃത്ത് സതീഷ് ചന്ദ്രന്റെ സംശയം. സതീഷ് ചന്ദ്രൻ തന്നെയല്ലേ പേര് പറഞ്ഞു? സതീഷ് ബാബു, അതാവട്ടെ. അത് ഒരുപാട് ആളുകളോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും ഉത്തരം പറയാറുണ്ടാകും, കിട്ടാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യമാണെങ്കിലും പടച്ച തമ്പുരാൻ കൃത്യമായി നീതി നടപ്പാക്കുന്നവനാണ്. അതോടൊപ്പം തന്നെ കാരുണ്യവാനാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ കാരുണ്യവും നീതിയും അതിന്റെ വലുപ്പവും ചെറുപ്പവും നമുക്ക് പൂർണ്ണമായി അറിയാൻ കഴിയുക മരണാനന്തര ജീവിതത്തിൽ വെച്ച് മാത്രമാണ്. ഇതാണ് ഇസ്ലാമികമായി വിഷയകമായ പാഠങ്ങളുടെ മുഴുവനും അടിത്തറ, ഒരു സംക്ഷിപ്തമാണ്. ഇവിടെ ഒരാൾ ക്രൂരമായി കൊല്ലപ്പെടുന്നു. അയാളോടുള്ള നീതി എന്താണ്, അനീതി എന്താണ്? അതേസമയം മറ്റൊരാൾ, ഈ കൊന്നയാൾ കുറെ കാലം കഴിഞ്ഞ് നന്മ അല്ല ഇസ്ലാം സ്വീകരിക്കുന്നു. അയാളോടുള്ള നീതി എന്താണ്, അനീതി എന്താണ്? ഇവിടെ ഒന്നാമതായി ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന വ്യക്തി, അത് സൗമ്യയാകട്ടെ, സൗമ്യ മാത്രമല്ലല്ലോ, സൗമ്യ ഒരു ഉദാഹരണം മാത്രമാണ്. ലോകത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവർ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ലക്ഷ്യപ്രാപ്തി നിശ്ചയിക്കുന്നത്. ഇവിടെ നീതിയും അനീതിയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ നീതി എവിടെയാണ് കൃത്യമാവുക? അവർ എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് പരിശോധിക്കണ്ടേ? ഇപ്പോ നമ്മള് ഒളിമ്പിക്സിൽ മാരത്തോൺ ഓട്ടം ഓടുന്നു കുറെ ആളുകൾ. അവരിൽ ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു. നമ്മളാരെങ്കിലും ഇവിടെ അടുത്തുള്ള ഏതോ കടപ്പുറത്തോ അല്ലെങ്കിൽ നദിയുടെ കരയിലോ പോയിട്ട് ഓടുന്നു. നമ്മൾ പറയുന്നു നമുക്കൊന്നും പ്രൈസ് തരണില്ല, അവർക്ക് മാത്രം പ്രൈസ് കൊടുക്കുന്നു. ഇതെന്തൊരു നീതിയാണ്?
ചിലപ്പോൾ നമുക്ക് അവകാശവാദം ഉണ്ടാകും. എന്ത്, അവർ ഓടുന്നതിനേക്കാളും സ്പീഡിലാണല്ലോ നമ്മൾ ഓടുന്നത്, എന്നിട്ട് നമുക്ക് പ്രൈസ് കിട്ടുന്നില്ല. എന്താ പ്രൈസ് കിട്ടാത്തത്? ഒളിമ്പിക്സിൽ പ്രൈസ് ലഭിക്കണമെങ്കിൽ ഒളിമ്പിക്സിന്റെ കമ്മിറ്റി നിശ്ചയിച്ച ട്രാക്കിൽ അവരുടെ നിയമപ്രകാരം ഓടണം. അതോടാത്ത ഒരാൾ അയാൾ എവിടെയോ ഓടുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് പ്രൈസ് കിട്ടാത്തതിന് അനീതി ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ ആരാണെങ്കിലും അവർ ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണ് ആ പണിയെടുത്തത്, അവർ എന്ത് ലക്ഷ്യത്തിന് പണിയെടുത്തു, ഇതാണ് പ്രശ്നം. മരണം ഭീകരമായി അല്ലെങ്കിൽ ഭീകരമായില്ല, അത് മറ്റൊരു പ്രശ്നമാണ്. മരണം എന്ത് സംഭവിച്ചു, എങ്ങനെയാകട്ടെ എങ്ങനെയാകാതിരിക്കട്ടെ, മരണം വരെ ഏതായിരുന്നാലും എല്ലാവർക്കും മരിക്കണമല്ലോ. അത് ചിലപ്പോൾ ക്രൂരമായി കൊല ചെയ്യപ്പെടാം, അതല്ലെങ്കിൽ പ്രകൃതിപരമായി സംഭവിക്കാം, പല രൂപങ്ങളിൽ സംഭവിക്കാം. ഈ മരണത്തിന് മുൻപുള്ള ജീവിതകാലം അവരെന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇസ്ലാം പറയുന്നത് അവിടെയാണ്. നിന്റെ സ്രഷ്ടാവിനെ നീ തിരിച്ചറിഞ്ഞ് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും നിന്റെ ലക്ഷ്യം അവന്റെ പ്രതിഫലമായി തീരുകയും ചെയ്താൽ അതിന് നിനക്ക് പ്രതിഫലമുണ്ട്. അവിടെയാണ് നീതിയുള്ളത്. ഞാൻ എന്തിനു വേണ്ടി ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഫലം കിട്ടുമ്പോഴാണ് നീതിയുള്ളത്. അല്ലെങ്കിൽ എന്ത് നീതിയാ? അല്ലെങ്കിൽ എന്ത് നീതിയാണ്? ഭൂമിയിലെ ഇതുപോലെ തന്നെയായില്ലേ? ഭൂമിയിൽ നമ്മൾ എന്തിനു വേണ്ടി ചെയ്തു എന്ന് മനസ്സിലാക്കുവാൻ ഒരു കോടതിക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അംഗീകാരം തേടിയെത്തുന്നു ആരെ? ക്രൂരന്മാരെ. എന്തുകൊണ്ട്? ഇപ്പോൾ ജനസേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാൾ ലക്ഷ്യം കുടിലമായ ലക്ഷ്യങ്ങളാകാം പിന്നിലുള്ളത്. ലക്ഷ്യം അളക്കാൻ നമുക്കാർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കോടതികൾ, നമ്മുടെ സംഘടനകൾ, നമ്മുടെ രാഷ്ട്ര സംവിധാനങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് ആശംസകൾ നൽകുന്നു, അവർക്ക് പ്രശംസകൾ നൽകുന്നു, അവരെ വലിയ വലിയ ആളുകളായി പുകഴ്ത്തുന്നു. അതേസമയം ലക്ഷ്യമെന്ത് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന പടച്ചവൻ, ആ പടച്ചവനാണ് അവിടെ പ്രതിഫലം നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ നീതിയാണ് നടപ്പാവുക. ഒരനീതിയുമില്ല ആരോടാണെങ്കിലും. ഇനി ഗോവിന്ദച്ചാമി എന്തെങ്കിലും മുസ്ലിമായാൽ ഇവിടെയാണ് പ്രശ്നം. മുസ്ലിം ആവുക എന്ന ദൗത്യത്തെ എന്റെ പ്രിയപ്പെട്ട സതീഷ് ബാബു മനസ്സിലാക്കിയത് ഓടിപ്പോകുന്നതിനിടക്ക് കയറി വന്നിട്ടുണ്ടെന്ന് മുതൽ ഞാൻ മുസ്ലിം ആയിട്ടുണ്ടോ എന്ന് പറയാൽ അല്ല. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ, മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവനുസരിച്ചുള്ള ജീവിതം നയിക്കും എന്നുള്ള പ്രഖ്യാപനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലല്ല ഇസ്ലാമിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ ചെയ്യുന്നത്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കലാണ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കലാണ്. അതെന്താണ്? അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ഒന്നാമത്തേത്. സൃഷ്ടികർത്താവിനെ തിരിച്ചറിയുകയും അവനെ ഉൾക്കൊള്ളുകയും അവനെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും അവൻ ഏത് സമയത്തും എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യലാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെയാണ് ആ തിരിച്ചറിവ് കൊണ്ട് ഉണ്ടാകുന്ന മാറ്റം സ്വാഭാവികമായി ഉണ്ടാകുന്നത്. ആ സ്വാഭാവിക മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ സ്വർഗലോകം ഉണ്ടാകുന്നതും അത് സ്വർഗലോകം സമ്മാനമായി ലഭിക്കുന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതുമല്ല. രണ്ടാമതായി അശ്വദൻ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി ദൈവദൂതനാണെന്ന്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് പ്രഖ്യാപിക്കുന്നത്. അതുവഴി മുഹമ്മദ് നബിയുടെ ജീവിതം, സന്ദേശങ്ങൾ, പെരുമാറ്റം, സ്വഭാവം, കർമ്മങ്ങൾ എല്ലാം എന്റെ ജീവിതത്തിൽ ഏറ്റവും കാമ്യമായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ചുള്ള ജീവിതം നയിക്കാം എന്ന് തിരിച്ചറിവ് നേടി അതനുസരിച്ച് ജീവിതം നയിക്കാനുള്ള പ്രഖ്യാപനം നടക്കുന്നത്. അങ്ങനെയാകുമ്പോ അയാൾ ചെയ്തുപോയ പാപങ്ങൾ പുറത്തു കൊടുക്കും പടച്ചവനെന്ന് പറഞ്ഞു. ആ പുറത്തു കൊടുക്കൽ എങ്ങനെയാണ്? ഈ മനുഷ്യന് എത്ര പാപം ചെയ്തവനാണെങ്കിലും പടച്ചതമ്പുരാൻ പുറത്തു കൊടുക്കുന്നത് പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ്. എന്തു അവിടെ നീതിയുണ്ടോ? നീതിയുണ്ട്. എന്താണ് ആ നീതി? അവൻ ചെയ്ത തെറ്റിനെ അവൻ തിരിച്ചറിയുകയും അവൻ അതിനുള്ള പശ്ചാത്താപം നിർവഹിക്കുകയും ഇനി ആ തെറ്റിലേക്ക് പോവില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ചുള്ള ജീവിതം നയിക്കുകയും ചെയ്തു എന്നത് തന്നെയാണ് അതിന്റെ നീതി. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സതീഷിന് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതായിരുന്നു ഉത്തരമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലായിരുന്നു. എനിക്ക് വേറെ ഒരു ചോദ്യം ചോദിക്കാണ്ട്. ഇതൊരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരുപാട് നിങ്ങൾ ഉത്തരം പറയുമ്പോൾ അതിന് പിന്തുടർന്ന് വേറെ ക്വസ്റ്റ്യൻസ് വരും. അങ്ങനത്തെ ഒരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ വിടുകയാണ്. വേറെ ചോദ്യം ചോദിക്കാന്ന് വെച്ചാൽ, ഇത് ത്യാഗം എന്ന് പറയുന്നത് ഏത് മതത്തിലായാലും ഒരു നല്ല കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ താങ്കളടക്കമുള്ള ആളുകൾ ഇപ്പൊ ഈ ദഅവത്ത് നടത്തുന്നത് തന്നെ മറ്റു ആളുകളെ
ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അതുവഴി അവർക്ക് സ്വർഗ്ഗലോകം വാങ്ങിച്ചു കൊടുക്കാനാണല്ലോ, നല്ല പാതയിലേക്ക് എത്തിക്കാം. അപ്പൊ ഞാൻ ഒരു പ്രത്യേക തലത്തിൽ ചിന്തിക്കുകയാണ്. അതായത് ചെറിയ കുട്ടികൾക്ക് ഏതോ ഒരു പ്രായം വരെ, പ്രായത്തിന് മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കുമെന്നാണ് ഇസ്ലാം പറയുന്നത്. ഞാനൊരു സ്കൂളിലേക്ക് കയറി ചെന്നിട്ട് 1000 കുട്ടികളെ വെടിവെച്ച് കൊല്ലും, അവർ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി വെടിവെച്ച് കൊന്ന് എല്ലാവരും സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും. അതായത് എനിക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല, എനിക്ക് നഷ്ടമാണ്. കാരണം വെച്ചാൽ ഞാൻ കൊലപാതകം ചെയ്തു, എന്നെ നരകത്തിലിട്ടു കരിക്കും, ഉറപ്പാണ്. പക്ഷെ ഞാൻ ആ കുട്ടികൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഈ നരകം സ്വീകരിക്കാൻ തയ്യാറായി ഒരു മഹാത്യാഗം ചെയ്താൽ അതിനെ എങ്ങനെയാണ് ഇസ്ലാമിന്റെ രീതിയിൽ നിങ്ങൾ വിശദീകരിക്കുക? ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയണോ? നേരത്തെ ഉത്തരം പറഞ്ഞ മാതിരി വിഷയത്തിൽ കൊള്ളാതെ സംസാരിക്കരുത്. എന്റെ ഉത്തരങ്ങൾ സ്വാഭാവികമായിട്ടും സുഹൃത്തിന് മനസ്സിൽ കൊള്ളാതിരിക്കുന്നത് അത് എന്റെ തകരാറാകാം, സുഹൃത്തിന്റെ തകരാറാകാം. അവിടെ എനിക്ക് എന്റെ ഉത്തരമേ പറയാൻ കഴിയുള്ളൂ. അതല്ലാതെ എന്റെ സുഹൃത്ത് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉത്തരം പറയാനാണെങ്കിൽ സുഹൃത്ത് മറ്റൊരാളെ അദ്ദേഹം പറയുന്ന മാതിരി ഒരാളെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വരും. അപ്പോഴല്ലേ നടക്കുള്ളൂ. യഥാർത്ഥത്തിൽ സതീഷ് ബാബുവിന്റെ നേരത്തെ ചോദ്യത്തിനുള്ള ഇസ്ലാമികമായ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അതിന് ശരിക്ക് ഉപചോദ്യം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഉപചോദ്യം ചോദിക്കേണ്ടതാണ്. പിന്നീട് അടുത്ത ചോദ്യം ചോദിക്കാൻ പിന്നിൽ പോയിരുന്നിട്ട് വീണ്ടും അടുത്ത ചോദ്യത്തിന് വരികയാണ് വേണ്ടത്. അപ്പോ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ നേരത്തെ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴുള്ളതും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമികമായി പറഞ്ഞാൽ ഇയാൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ത്യാഗമല്ല. ഇസ്ലാം ത്യാഗം എന്ന് പറയുന്നത് എന്താണ്? കേവലമായ ത്യാഗത്തെ ഇസ്ലാം അംഗീകരിക്കുന്നേയില്ല. കേവല ത്യാഗത്തെ ഇസ്ലാം അംഗീകരിക്കുന്നേയില്ല. ഒരാൾ എന്റെ ജീവിതത്തെ മുഴുവനും ദൈവിക മാർഗനിർദ്ദേശത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കണം, അതുകൊണ്ട് ഞാൻ ഇനി വിവാഹം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ സതീഷ് ബാബുവിന്റെ വീക്ഷണത്തിൽ ചിലപ്പോൾ അത് വലിയ ത്യാഗമാകാം. പക്ഷെ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അത് തെറ്റാണ്, തിന്മയാണ്. എന്റെ ജീവിതം മുഴുവനും ഞാൻ ഒന്നൊരു പണിക്കും പോണില്ല, എനിക്ക് ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള പണി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എന്റെ ജീവസന്ധാരണത്തിനുള്ള ജോലിക്ക് പോണില്ല എന്ന് മാത്രമല്ല, എന്റെ ഇണകളുമായുള്ള സംസർഗം ഞാൻ വേണ്ട എന്ന് വെക്കാണ്. കാരണം കുട്ടികളുണ്ടായാൽ അവരുടെ കാര്യം നോക്കണം, പ്രശ്നങ്ങളുണ്ട്, വലിയ ത്യാഗമാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഒരു സംതൃപ്തമായ കുടുംബജീവിതത്തെ മുഴുവനും ഞാൻ തടഞ്ഞു വെക്കാണ്. എന്താണ് അത്? പക്ഷെ ത്യാഗമാണോ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ? അല്ല. കേവലമായ ത്യാഗം ഇസ്ലാം അനുവദിക്കുന്നില്ല. മറിച്ച് ത്യാഗമാകുന്നത് എപ്പോഴാണ്? ദൈവിക മാർഗനിർദ്ദേശ പ്രകാരമാകുമ്പോൾ മാത്രമാണ്. പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കാര്യം ത്യാഗമാകുന്നുള്ളൂ. അതല്ലാതെ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുമ്പോൾ അത് ത്യാഗമാകുന്നില്ല. അതുകൊണ്ട് തന്നെ സതീഷ് ബാബു പറഞ്ഞതുപോലെ ചിന്തിക്കുന്ന ഒരു മുസ്ലിമും ഈ ആലം ദുനിയാവിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ലോകത്തോടെ ഉണ്ടാവില്ല. കാരണം എന്താണ്? മുസ്ലിം ചിന്തിക്കുന്നത് ഖുർആന്റെയും സുന്നത്തിന്റെയും കൃത്യമായ മാർഗരേഖയുടെ അകത്ത് വെച്ചുകൊണ്ടാണ്. അതിനപ്പുറത്ത് ഉള്ള ചിന്തകൾ അപ്രസക്തമാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട് തന്നെ. അതിനപ്പുറത്ത് ഉള്ള ചിന്തകൾ, നമ്മുടെ ചിന്തകളെ കയറഴിച്ചു വിട്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് സ്വീകരിക്കുക, തിരസ്കരിക്കുക എന്ന രീതിയല്ല. മറിച്ച് കൃത്യമായ ദൈവിക മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരിക്കലും ചിന്തിക്കില്ല അങ്ങനെ ഒരു ത്യാഗമില്ല ഇസ്ലാമിൽ, അങ്ങനത്തെ ഒരു ത്യാഗം ഇസ്ലാം അനുവദിച്ചിട്ടുമില്ല. ഒരാളെ, ഒരു 1000 കുട്ടികളല്ല, ഒരു 10,000 കുട്ടികളല്ല, ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ നരകത്തിൽ പോകാൻ തീരുമാനിക്കുന്നു എന്നൊരു മുസ്ലിമിന് ചിന്തിക്കാൻ, അതിന് ത്യാഗമായി ഇസ്ലാം കാണുന്നില്ല. അത് ചിന്തിക്കുവാൻ മുസ്ലിമിന് കഴിയില്ല. ഖുർആൻ സുന്നത്തുമാണ് മുസ്ലിമിന്റെ മാർഗരേഖ എന്നതിനാൽ. സലാം. എൻ്റെ പേര് അനീഫ. ഈ ആരാധന എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംശയം. എന്താണ് ഈ ആരാധന? സംശയം തരാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ആരാധന ഇപ്പം മമ്മൂട്ടി, മോഹൻലാലി ഇവർക്കൊക്കെ നമ്മൾ ആരാധകരുണ്ട് എന്ന് വെച്ചാൽ അവർ സ്വമേധയാ ചെയ്യുന്നതാണ്. ഒരു ആളും പ്രേരണയില്ലാതെ അവരെ കഴിവ് കണ്ട് സ്വമേധയാ ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ പേരിൽ നടത്തുന്നത് അയ്യാലൽ ഫലാ അയ്യാല സ്വലാ അസ്സലാത്ത് ഖൈറും മിനൻ നൗം എന്ന് നിർബന്ധിച്ച് ചെയ്യപ്പെടുന്ന ഇതിനെ ആ തലത്തിലുള്ള ആരാധന, എനിക്ക് ഇനി ഭാഷാ പാണ്ഡിത്യത്തിന്റെ കുറവോ എന്തോ അറിയില്ല, ഞാൻ മനസ്സിലാക്കുന്ന ആരാധന എന്ന് പറയുന്നത് അതാണ്. അപ്പോ ഇങ്ങനെ നിർബന്ധിക്ക ചെയ്യപ്പെടുന്നതിനെ ആരാധന
എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ദൈവം ആരാധനയ്ക്ക് അർഹനാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യ സൃഷ്ടിക്ക് അതീതമായ പലതുണ്ട്. ഇതിനെന്ത് ചെയ്യണം? കുട്ടികളെ ഇൽമ് എന്ന് പറഞ്ഞുകാണ്ട് 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകന്റെ സുന്നത്ത് പഠിപ്പിച്ചാൽ അത് വരില്ല. അതിന് കെമിസ്ട്രി, ഫിസിക്സും ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ അതിലൊക്കെ ഈ ദൈവികത കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ഉണ്ടാവും? ആരാധന ഉണ്ടാവും. മറ്റതുകൊണ്ട് ആരാധന ഉണ്ടാവില്ല. അത് വേറൊരു കാര്യം. എന്റെ ചോദ്യം അതല്ല. അത് ഒന്ന്. മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന് എന്താണ് വേണ്ടത്? അതാണ് എൻ്റെ ഒരു മറ്റൊരു ചോദ്യം. കാരണം ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് മൃഗങ്ങളെ ബലി കൊടുത്താൽ മതി, അതും ദൈവത്തിന്റെ പ്രീതിക്കും അല്ലെങ്കിൽ ദൈവമാർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പോത്തുകളെ അറക്കുക, അത് ഭാര്യ വലിച്ച് തിന്നല്, അതൊരു മഹാനായ ഒരു പ്രവാചകന്റെ സ്മരണയല്ല. യഥാർത്ഥത്തിൽ പ്രവാചകന്മാര് ദൗത്യവും അവരുടെ സ്വപ്നവും ഒരു സമുദായത്തിന്റെ ഉദാഹരണമാണ്. അതാണ് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ കഥയാണത്. അത് ആ സ്വപ്നം മകനിലൂടെ, ഇപ്പൊ നമ്മളൊക്കെ സ്വപ്നം കാണും മകനെ എഞ്ചിനീയറാക്കുക, ഡോക്ടറാക്കുക എന്ന് പറയുന്നത്. പ്രവാചകന്മാരുടെ ദൗത്യം അതാവില്ല. കാരണം അവര് ഒരു സമൂഹത്തെ ഉദ്ധരിക്കുക, അവരനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനമാണ് അവർക്ക് ആവശ്യം. ആ സ്വപ്നമാണ് ഇസ്മായിൽ നബിയോട് പറയണത്. അത് സ്വമേധ എങ്ങനെ ഞാൻ മനസ്സിലാക്കുന്ന ഖുർആന്റെ അർത്ഥതാണ്. അങ്ങനെയാണ് എനിക്കത് മനസ്സിലാവുന്നുള്ളൂ. മറിച്ച് ഒരു മൃഗം സ്വയം രക്തം എടുത്ത് ബലിയേർക്കപ്പെടുന്നത് എങ്ങനെയാണ് അതൊരു ഒരു പ്രവാചകന്റെ ത്യാഗമാണത്? ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഒരു തള്ള 2 കുട്ടികളെയാണ് ഒരു കാമുകന് വേണ്ടി ബലിയർപ്പിച്ചത്. അപ്പോൾ മനുഷ്യൻ എന്നെ തള്ളാര് കൊല്ല, തന്തര കൊല്ല എന്ന് പറഞ്ഞത് വലിയല്ല. മറിച്ചൊരു നമ്മുടെ രാഷ്ട്രപിതാവ് വേണമെങ്കിൽ പറയാം, അത് അയാളുടെ ജീവിതം ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു മുണ്ടെടുത്ത് അത് ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചെന്ന് പറയാം. അതിൽ ഒരു മഹത്വമുണ്ട്. അപ്പോ അതാണ് മറ്റൊരു ചോദ്യം. ഓക്കെ. എൻ്റെ സുഹൃത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ല, എന്താണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നാമത്തത് ആരാധനയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആരാധന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ ആരാധന എന്ന് പലതിനും പറയാറുണ്ട്. ആരാധ്യനായ മലപ്പുറം മേയർ എന്ന് പറയാറുണ്ട് മലയാളത്തിൽ. അതിൻ്റെ അർത്ഥം നമ്മൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ മലപ്പുറം മേയറോട് വിളിച്ച് പ്രാർത്ഥിക്കും എന്നല്ല. മറിച്ച് അത് മലയാളത്തിലുള്ളൊരു അർത്ഥകൽപ്പനയാണ്. നമ്മൾ മലയാളത്തിലൊരു ശബ്ദം പ്രയോഗിക്കുമ്പോൾ അറബിയിൽ ഇബാദത്ത് എന്ന ശബ്ദത്തിന് തുല്യമായി കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പദം എന്നുള്ള നിലക്ക് മാത്രമാണ് മലയാളത്തിലെ ആരാധന എന്നുള്ള പദം നമ്മൾ പ്രയോഗിക്കുന്നത്. ആ ഇബാദത്തിന് അറബിയിൽ അർത്ഥം പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങൾ എന്നാണ്. അത് വിളിച്ചിട്ടാണെങ്കിലും വിളിച്ചിട്ടില്ലെങ്കിലും എല്ലാം മനസ്സിൽ നിന്ന് വരുന്നതേ കർമ്മമാകൂ. വിളിക്കുന്ന അയ്യല സലാത്ത് അയ്യൽ ഫലാഹ് എന്ന് വിളിച്ചിട്ട് നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരിക, നിങ്ങൾ വിജയത്തിലേക്ക് വരിക എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആ വിളിച്ചിട്ട് ചെന്നതിന് ശേഷം അത് ഒരു ഓർമ്മപ്പെടുത്തലല്ലേ? ആ ഓർമ്മപ്പെടുത്തൽ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തെ ഈ ആരാധനകളെ ഖുർആൻ പറയുന്നത് ആരാധനകൾ പടച്ചവനുമായുള്ള മനുഷ്യന്റെ ബന്ധം ദൃഢപ്പെടുത്തുകയും ആ ബന്ധം വഴി മനുഷ്യൻ സന്മാർഗനിഷ്ഠരായിത്തീരുകയും ചെയ്യുമെന്നാണ്. യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ ആരാധിക്കുക, നിങ്ങൾ നന്മ നിറഞ്ഞവരാകും, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായ മുത്തഖികളാകും എന്നാണ് ഖുർആൻ പറയുന്നത്. പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുക വഴി മനുഷ്യർ സന്മാർഗനിഷ്ഠരായിത്തീരും. ആ സന്മാർഗനിഷ്ഠരാക്കുന്നതിന്റെ ഒരു ജീവിത വ്യായാമമാണ് നമസ്കാരത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ആ നമസ്കാരത്തിന് ഓർമ്മപ്പെടുത്തലുകൾ വേണം, അതിന് കൃത്യസമയം വേണം. അവിടെ വൈയക്തികമായ ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട്, സാമൂഹികമായ ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹിക പ്രവർത്തനം എന്നുള്ള നിലക്ക് സമൂഹം ഒരുമിച്ച് കൂടുവാൻ ഒരു അറിയിക്കൽ ആവശ്യമുണ്ട്. ആ അറിയിക്കൽ വരുമ്പോഴുമെല്ലാം ആരാധനയാകുന്നത് എപ്പോഴാണ്? അവന്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയുണ്ടാകുമ്പോഴാണ്. അതിന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്വയമേവ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രാർത്ഥനയുണ്ടാകുമ്പോൾ അത് ആരാധനയാകും. അതല്ല നമസ്കരിക്കുമ്പോൾ അത് ആരാധനയാകും. പാവപ്പെട്ടവൻ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത് അതും ആരാധനയാകും. എന്താ അവിടെയെല്ലാം നമ്മുടെ ഹൃദയവും പടച്ച തമ്പുരാനുമായി ബന്ധപ്പെടുന്നുവെങ്കിൽ ആരാധനയുണ്ടാകും.
അവിടെ ത്യാഗം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവലമായ ത്യാഗം ഇസ്ലാമിക ഡിക്ഷണറിയിലില്ല. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാൾക്ക് എന്തും ത്യാഗം ചെയ്യാം എന്നുള്ള രൂപത്തിൽ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് കൃത്യമായ ദൈവിക മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ത്യാഗമാണ്. ത്യാഗം ആവശ്യമുള്ളപ്പോ. എപ്പോഴാണ് ത്യാഗം? പടച്ചവൻ ആവശ്യപ്പെടുമ്പോൾ മാത്രം. ഒരാൾ ത്യാഗം ചെയ്യുന്നു എന്ന് വിചാരിച്ച് പടച്ചവൻ ആവശ്യപ്പെട്ടു പ്രഭാതം മുതൽ പ്രദോഷം വരെ റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കാൻ, അല്ലെ? രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, സുബഹി ബാങ്ക് കൊടുക്കുന്നത് മുതൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ നോമ്പ് പിടിക്കാൻ പടച്ചവൻ ആവശ്യപ്പെട്ടു. ഒരാൾ സ്വയമേവ ഞാൻ ഒരല്പം കൂടി ത്യാഗം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇശ വരെ നോമ്പ് നീട്ടിവെച്ചാലോ? അത് ത്യാഗമല്ല, തോന്നിയാസമാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അവിടെ എന്താണത്? പടച്ചതമ്പുരാന്റെ നിർദ്ദേശത്തിന് എതിര് പ്രവർത്തിക്കലാണ്. ഇവിടെ ബലിയറുക്കലുമെല്ലാം ഈ രൂപത്തിലുള്ളതാണ്. ബലി എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് വഹിയാണ്, പടച്ചതമ്പുരാന്റെ നിർദ്ദേശമാണ് സ്വപ്നത്തിലൂടെ ലഭിക്കുന്നത്. നേർക്ക് നേരെ കിട്ടുന്നത് പോലെ തന്നെ നബിമാർക്ക് സ്വപ്നത്തിലൂടെ പടച്ചതമ്പുരാന്റെ നിർദ്ദേശം ലഭിക്കും. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം പുത്രനെ ബലിയറുക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ്. പടച്ചവൻ പറഞ്ഞുകൊണ്ട് തയ്യാറാവുക എന്ന, അല്ലാതെ മോന് എനിക്ക് നിധിട്ടാൻ വേണ്ടി, അതല്ലെങ്കിൽ എനിക്ക് പ്രേമം ശരിയാകാൻ വേണ്ടി, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സ്വന്തം വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് അറക്കുക എന്നുള്ളതല്ല. മറിച്ച് എന്റെ നാഥൻ എനിക്ക് ജീവൻ നൽകിയ, എനിക്ക് എന്റെ മകനെ നൽകിയ എന്റെ നാഥൻ ഇതാ ആവശ്യപ്പെട്ടിരിക്കുന്നു, ഇവനെ അവൻ പറഞ്ഞത് ചെയ്യണമെന്ന്. അതിന്റെ പരമാവധിയാണ് അവനെ ബലിയറുക്കുക എന്നത്. അതിന് സന്നദ്ധമാവുക എന്നത് ത്യാഗത്തിന്റെ ഒരു പൂർണ്ണതയാണ്. ആ പൂർണ്ണതയെ സാക്ഷാത്കരിക്കുവാൻ സന്നദ്ധമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ചവൻ കൽപ്പിക്കുന്നത് വേണ്ട, പകരം നീ ഒരു ആട്ടിൻകുട്ടിയെ ബലിയറുക്കുക, ഒരു മൃഗത്തെ ബലിയറുക്കുക എന്നാണ്. ആ ബലിയറുക്കുക അത് ഇപ്പോ പിന്നെ നമുക്ക് അങ്ങാടി പോയിട്ട് കേവലം ചന്തയിൽ നിന്ന് വാങ്ങിയിട്ട് അറുക്കുന്നൊരു വസ്തു മാത്രമായി കന്നുകാലികൾ മാറിയൊരു കാലഘട്ടത്തിൽ അതിന് ത്യാഗം വേണ്ട രൂപത്തിൽ മനസ്സിലായി കൊള്ളണമെന്നില്ല. പക്ഷേ കാശ് ചെലവാക്കലും ഒരു ത്യാഗം തന്നെയാണല്ലോ. പടച്ചതമ്പുരാൻ പഠിപ്പിച്ചു എന്നതിന്റെ പേരിൽ മാത്രം സമ്പത്ത് ചെലവഴിക്കുന്നു, ഇത് വാങ്ങുന്നു, ഇത് അറുക്കുന്നു, എന്നിട്ട് അത് പാവപ്പെട്ടവർക്ക് വിതരണം നടത്തുകയും ചെയ്യുന്നു. ഇത് എന്താണ്? പടച്ചതമ്പുരാൻ പഠിപ്പിച്ചാൽ, പടച്ചതമ്പുരാൻ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യാൻ സന്നദ്ധമാണ് എന്നതിനുള്ള പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനമാണ് അവിടെ നിർവഹിക്കപ്പെടുന്നത്. അതാണ് ബലിയിലെല്ലാമുള്ള കാര്യങ്ങൾ. ഇവിടെയെല്ലാം ഞാൻ നേരത്തെ ചോദ്യത്തിനുത്തരം പറഞ്ഞ കാര്യം വീണ്ടും അടിവരയിടുകയാണ്. കേവലമായ ത്യാഗം ഇസ്ലാം മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. ദൈവിക മാർഗനിർദ്ദേശപ്രകാരം പടച്ചവൻ പറഞ്ഞതനുസരിക്കാൻ നമുക്ക് എന്തെങ്കിലും ത്യജിക്കേണ്ടി വന്നാൽ അത് ത്യജിക്കണം എന്ന് മാത്രമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ പേര് നൗഫൽ എന്നാണ്. എൻ്റെ ചോദ്യം, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും നല്ല ശാസ്ത്രജ്ഞൻ എന്ന് കരുതുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് BBC-ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹത്തോടുള്ള ചോദ്യം, ശാസ്ത്രം ദൈവം ഇല്ല എന്ന് തെളിയിക്കുന്നതിൽ ശാസ്ത്രം വിജയിച്ചോന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി, ദൈവം ഇല്ല എന്ന് തെളിയിക്കുന്നതിൽ ശാസ്ത്രം വിജയിച്ചിട്ടില്ലെങ്കിലും ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തം നടത്തുമ്പോഴും ദൈവത്തിന്റെ ആവശ്യകത ഇല്ലാതെയായി വരുന്നതാണ്. അതേസമയത്ത് നിങ്ങളെപ്പോലുള്ള ഇസ്ലാമിക പ്രബോധകര് ഈ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഖുർആന്റെ കണ്ടെത്തലുകൾക്ക് അല്ല, ഖുർആന്റെ വാചകങ്ങൾക്ക് ശക്തി പകരുന്നതാണ്, അതിന് അനുരൂപമാണ്, അനുഗുണമാണ് എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ പ്രസംഗിച്ച് നടക്കാറുണ്ട്. രസകരമായ കാര്യം, ഈ ചില ക്രിസ്ത്യൻ പാതിരിമാരും ഹൈന്ദവ സന്യാസിമാരൊക്കെ ഇതേ കാര്യങ്ങൾ പറയും. ഇപ്പൊ അടുത്തൊരു സന്യാസി പറഞ്ഞത് ഞാൻ കേട്ടു ഒരു TV പ്രോഗ്രാമിൽ, രാവണന്റെ പുഷ്പക വിമാനത്തിന് വരെ ആധുനിക ശാസ്ത്രം വെച്ചിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നു. ഇങ്ങനെ എല്ലാവരും യുക്തിവാദികളും സർവ്വ മതക്കാരും ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന ഈ ഒരു വൈരുദ്ധ്യത്തെ ഒരു ഇസ്ലാമിക പ്രബോധകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ വിശദീകരിക്കും? എല്ലാവരും ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന വൈരുദ്ധ്യത്തെ എങ്ങനെ വിശദീകരിക്കുമെന്നാണ് നൗഫലിന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് ശാസ്ത്രത്തിന്റെ ഒരു കൂട്ടുപിടിക്കൽ ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്. ഒന്ന്,
സുഹൃത്ത് തന്നെ ചോദ്യത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിങ്ങിനെ പോലെയുള്ള സയന്റിസ്റ്റുകൾ, അവരുടെ വാദം ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോഴും ദൈവത്തിന്റെ ആവശ്യകത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. സ്റ്റീഫൻ ഹോക്കിങ് അദ്ദേഹത്തിന് ഈ അസുഖം വന്ന് പാരലൈസ്ഡ് ആകുന്നതിന് മുൻപേ അദ്ദേഹം യുക്തിവാദിയാണ്, എത്തീസ്റ്റാണ്. അദ്ദേഹം ഒരു ഭൗതികവാദി അല്ലാത്തൊരു കാലമുണ്ടായിട്ടില്ല. അദ്ദേഹം ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തി മനസ്സിലാക്കി ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന് തിരിഞ്ഞതിന് ശേഷം ദൈവനിഷേധിയായി മാറിയ ആളല്ല. മറിച്ച് സ്വതവേ ഒരു ദൈവനിഷേധിയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശാസ്ത്രീയമായ പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തിന്റെ വാദങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ദൈവത്തെ ഇല്ലാതെയാക്കുകയാണോ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ തന്നെ വീക്ഷണങ്ങൾ എടുക്കാമല്ലോ നമുക്ക്. അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ കോസ്മോളജിയാണ്. കോസ്മോളജിയിൽ നമ്മളുടെ പഠനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഈ പ്രപഞ്ചത്തെ നമുക്ക് അറിയാൻ കഴിയും എന്നതായിരുന്നു ന്യൂട്ടോണിന് ഫിസിക്സ് നൽകിയ വലിയ പ്രതീക്ഷ. ന്യൂട്ടൺ നൽകിയ പ്രതീക്ഷ ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായി നമുക്ക് അറിയാൻ കഴിയും. പ്രപഞ്ചം ഒരു യന്ത്രമാണ്, ആ യന്ത്രം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ചലിക്കുന്ന യന്ത്രത്തിന്റെ നിയമങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇനി കുറച്ചുകൂടി സമഗ്രമായി പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ പൂർണ്ണമായി നമുക്കറിയാൻ കഴിയും എന്നായിരുന്നു. അവിടെ നിന്ന് വന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഐൻസ്റ്റൈന്റെ 2 ആപേക്ഷികതാ സിദ്ധാന്തങ്ങളിലാണ്. എന്താണ് റിലേറ്റിവിറ്റി? ആപേക്ഷികത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടാണ് ആപേക്ഷികത വരുന്നത്? ആപേക്ഷികത എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഒന്നും കേവലമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, എല്ലാം ആപേക്ഷികമായി മനസ്സിലാക്കാൻ കഴിയും. അഥവാ ഭൂമിയിൽ നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത് നമുക്ക് പറയാം. അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്നത് പറയാം. അതല്ലാതെ പ്രപഞ്ചത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിനർത്ഥം എന്താ? പ്രപഞ്ചത്തെ പൂർണ്ണമായി അറിയണമെങ്കിൽ ഒരാൾ പ്രപഞ്ചത്തിന് പുറത്തൊരു പോയിന്റിൽ പോയി നിൽക്കണം എന്നാണ്. അപ്പൊ പ്രപഞ്ചത്തെ അറിയാൻ പോലും പൂർണ്ണമായി മനുഷ്യന് കഴിയില്ല എന്ന സിദ്ധാന്തത്തിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിങ് കളിക്കുന്നത്. ഇനി ആ കളിയിലോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹം ഇന്ന് ബേബി യൂണിവേഴ്സസിനെ കുറിച്ചുള്ള പഠനത്തിലാണ്. അഥവാ ഒരു മാസ്റ്റർ യൂണിവേഴ്സ് കൂടാതെ ബേബി യൂണിവേഴ്സസ് ഉണ്ടാകുമോ എന്നുള്ള പഠനം, ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചുള്ള പഠനത്തിൽ. ഇതിൽ തന്നെ നമ്മൾ ചിന്തിക്കുക, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഈ സിദ്ധാന്തങ്ങൾ മുഴുവൻ വരണ എങ്ങനെയാണ്? പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്ഥൂല പ്രപഞ്ചത്തെ നമുക്ക് അറിയാനേ കഴിയില്ല പൂർണ്ണമായി. ഇതൊന്നുമല്ലാതെ തന്നെ നമ്മുടെ പോയിന്റിൽ നിന്നിട്ടുള്ളൊരു അറിവുണ്ടല്ലോ. ഞാൻ പറഞ്ഞ പ്രപഞ്ചത്തെ പൂർണ്ണമായി അറിയണമെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്തു പോകണം. നമ്മുടെ പോയിന്റിൽ നിന്നിട്ടുള്ള ഒരു അറിവ് പോലും സാധ്യമല്ല. കാരണം എന്താണ്? നമ്മിൽ നിന്ന് പ്രകാശത്തിനോടടുത്ത പ്രവേഗത്തിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മിൽ നിന്ന് ഏകദേശം 1400 കോടി പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രങ്ങൾ. അവയിൽ നിന്ന് ഒരിക്കലും ഭൂമിയിലേക്ക് പ്രകാശരശ്മി എത്തൂല. അതുകൊണ്ട് തന്നെ എത്ര ശക്തമായ ദൂരദർശിനികൾ നമ്മൾ കണ്ടുപിടിച്ചാലും അവയെ നമുക്ക് നോട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ പോയിന്റിൽ നിന്ന് പോലും നമുക്ക് പ്രപഞ്ചത്തെ അറിയാൻ കഴിയില്ല എന്നാണ്. ബേബി യൂണിവേഴ്സസ് എല്ലാം തിയറട്ടിക്കലാണ്, ഫാക്ച്വൽ ആയിട്ടുള്ള പ്രപഞ്ചത്തെ ആണ് പറയണത്. ഇതൊന്ന്. ഇനി അത് പോട്ടെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സൂക്ഷ്മലോകം എന്താണ്? അറ്റോമിക് ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സിലെല്ലാം എന്നുള്ള സ്ഥിതി എന്താ? ന്യൂക്ലിയർ ഫിസിക്സിലെല്ലാം പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് കൂടുതൽ സങ്കീർണമാണെന്നാണ്. നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല എന്നാണ്. നമ്മുടെ എന്ത് മനുഷ്യ കർമ്മങ്ങളും അതിന്റെ അസ്തിത്വത്തെ ബാധിക്കുന്നു എന്നാണ്. അതാണ് ഹീസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് തുടങ്ങി ഇപ്പോ ഇലക്ട്രോൺ മേഘപടലം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും സൂക്ഷ്മ ലോകത്തെ സൂക്ഷ്മമായി അറിയാൻ നമുക്ക് കഴിയില്ല എന്നാണ്. ഞാനിതിൽ പറയുന്നത് നമ്മുടെ പരിമിതി നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയാണ് കൂടുതൽ പഠനങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് പറയാനാണ് നമ്മൾ ഒന്നാമത് സയൻസ് ഉപയോഗപ്പെടുത്തുന്നത്. രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 82-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും
അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അവിടെ നമ്മൾ ചോദിക്കുന്നു, ശാസ്ത്രത്തിന്റെ കയ്യിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള വിവരമല്ല ഇന്നുള്ളത്. ഒരുപാട് വളർന്നു ശാസ്ത്രം. ആ ശാസ്ത്രത്തിന്റെ കയ്യിലുള്ള വല്ല വിവരവും പരിശുദ്ധ ഖുർആൻ പറയുന്ന വല്ല വിവരണവുമായി വൈരുദ്ധ്യം പുലർത്തുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ ഖുർആൻ കൃത്യമാണ് എന്ന് സ്ഥാപിക്കുന്നത്. അതല്ലാതെ ഖുർആനിൽ എല്ലാ സയൻസും ഉണ്ടെന്നോ, ഖുർആനിൽ ശാസ്ത്രം ഇല്ലെങ്കിൽ ഖുർആന് പ്രസക്തി ഇല്ല എന്നോ, ഖുർആനിന് ശാസ്ത്രം ഉണ്ടെങ്കിൽ നിലനിൽപ്പുള്ളൂ എന്നോ ഒന്നും പറയാനല്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു അബദ്ധമെങ്കിലും അബദ്ധം കണ്ടെത്താൻ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ടൂളാണ് സയൻസ്. ആ സയൻസ് ആകുന്ന ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു അബദ്ധം കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ അതിനാണ് സയൻസ് ഉപയോഗിക്കുന്നത്. പലരും സയൻസ് പലതിനും ഉപയോഗിക്കുന്നുണ്ടാകാം, പലതും പറയുന്നുണ്ടാകാം. വിമാനം എന്നുള്ള സങ്കല്പം മനുഷ്യന് എന്നുള്ളതാണ്. അത് പുഷ്പക വിമാനാകൊന്നും വേണ്ട. ആദിമ മനുഷ്യൻ മുതൽക്ക് തന്നെ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ ആകാശത്ത് കൂടെ പറക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, വെള്ളത്തിൽ കൂടെ ഊളിയിടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ആകാശത്ത് കൂടെ പറക്കണമെന്ന് ആഗ്രഹമുള്ള അയാൾ അങ്ങനെ പറക്കണ ഒരു സാധനത്തിനിട്ട പേരാണ് വിമാനം എന്ന്. അത് നമ്മളിപ്പോ വിമാനത്തിന് ആ പേരിട്ടു എന്നുള്ളത് കൊണ്ട് അന്ന് തന്നെ വിമാനം അവർ കണ്ടുപിടിച്ചിരുന്നു എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വലി ബുദ്ധിപരമായി വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്നല്ലാതെ അതിന് യാതൊരു അടിത്തറയുമില്ല. തീർച്ചയായും ആളുകൾക്ക് അന്നും ഭാവന ഉണ്ട്, ഇന്നും ഭാവന ഉണ്ട്. ഇന്നിപ്പോ നമ്മൾ എന്തൊക്കെയാ ചിന്തിക്കുന്നുണ്ട്? ഇന്നിപ്പോ നമ്മൾ ചിന്തിക്കണത് എന്താ? മൊബൈൽ ഫോണിന്റെ ഒരു കാലത്ത് മൊബൈലിൽ നമ്പറൊന്നും അടിക്കാതെ തന്നെ എന്റെ മനസ്സിൽ എന്റെ ഭാര്യന്റെ പേര് അങ്ങോട്ട് വിചാരിക്കുമ്പോ തന്നെ അവളെ മനസ്സിൽ എന്റെ പേര് എത്രയോ കിലോമീറ്റർ ദൂരമുള്ള അവളുടെ മനസ്സിൽ എന്റെ ഫോണ് കിട്ടണം, എന്നിട്ട് ഞാനിവിടുന്ന് ഇങ്ങനെ സംസാരിക്കണം എന്നെല്ലാം നമുക്ക് സങ്കല്പിക്കാലോ. ഇത് നമ്മൾ ഇന്നത്തെ നമ്മുടെ സങ്കല്പം അനുസരിച്ച് സങ്കല്പിക്കുകയും നമ്മൾ എന്നിട്ട് പറയാണ് ഇതിന് എന്താ ഒരു പേരിടുന്നു, എന്താണ് ഒരു എന്തെങ്കിലും ഒരു പേരിടുന്നു എന്ന് വിചാരിക്കുക. എന്തോ ആ പേര് ഇട്ടിട്ട് അതിനെക്കുറിച്ചുള്ളൊരു ചിന്തയിൽ ആ പേരിടുന്നു എന്ന് വിചാരിക്കുക. ഒരുപാട് കാലം കഴിയുമ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു കാര്യം കണ്ടുപിടിക്കപ്പെട്ടാൽ ഒരു 100 കൊല്ലം മുമ്പേ അക്ബർ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇത് സങ്കല്പമാണ്, ഇത് നമ്മുടെ എല്ലാം ഭാവനയാണ്. ഭാവനയിൽ നമ്മൾ പലതും കാണും. അത് കണ്ടത് പറയണതല്ല, കണ്ടുപിടിച്ചത് പറയണതല്ല. അതേസമയം പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് ഖുർആനിലെ പരാമർശങ്ങളിൽ ഒരബദ്ധം പോലും ഇല്ല എന്നാണ്. അതാണ് നമ്മൾക്ക് പറയാനുള്ളത്. ആ അബദ്ധമില്ല എന്നതിന് ഉപോത്ബലകമായിട്ടാണ് നമ്മൾ ശാസ്ത്രീയമായ പഠനങ്ങളെ, കണ്ടുപിടുത്തങ്ങളെ പരിശുദ്ധ ഖുർആനുമായി താരതമ്യം ചെയ്യുന്നത്. അതല്ലാതെ ശാസ്ത്രമില്ലെങ്കിൽ ഖുർആന് നിലനിൽപ്പില്ലാത്തതുകൊണ്ടോ ഇസ്ലാമിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ടോ അല്ല എന്ന് മനസ്സിലാക്കും. സർ, ഞാൻ അശ്വിൻ, ഞാൻ മാഹിയിൽ നിന്നാണ്. ഈ ഇസ്ലാം ഉൾപ്പെടെയുള്ള എല്ലാ മതങ്ങളും പറയുന്നത് ഞങ്ങൾ പറയുന്ന പാതയിൽ ചലിച്ചാൽ, ഞങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്താൽ ഇത് നല്ല കാര്യങ്ങളാണ്, ഈ ധാർമ്മികമായ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് സ്വർഗം കിട്ടും, നിങ്ങൾക്ക് അവിടെ പിന്നെ വൈനും വെർജിൻസും കിട്ടും. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മളിവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് നല്ലതാണ്, അതുകൊണ്ട് ഇത് ചെയ്യണം എന്ന് പറയുന്നത് പകരം അങ്ങനെ ഒരു വ്യാമോഹം പറഞ്ഞു കൊടുത്ത് ഇത് ചെയ്യിപ്പിക്കുന്നത് അത് വളരെ മോശമുള്ള ഒരു കാര്യമല്ലേ? ഒരു നല്ല കാര്യം ചെയ്യാൻ അതിന്റെ നന്മ പറഞ്ഞു കൊടുത്തിട്ട് പ്രചോദിപ്പിക്കല്ലേ വേണ്ടത്. അതല്ലാതെ ഇങ്ങനെ പരലോകം, സ്വർഗം, നരകം ഇതെല്ലാം പറഞ്ഞിട്ട് ചെയ്യുന്നത് ഒരു ജാതി ചീത്ത ഏർപ്പാടല്ലെന്ന്. അശ്വിൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. ഞാൻ ബോംബെയിൽ 2 കൊല്ലം ഒരു പെട്രോൾ ഫാക്ടറിയിലെ ഡിസൈൻ എഞ്ചിനീയർ വർക്ക് ചെയ്ത് ഇപ്പൊ IAS ട്രൈ ചെയ്യുകയാണ്. പിന്നെ IAS വേണ്ടി ട്രൈ ചെയ്യുന്ന, സിവിൽ സർവീസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന സുഹൃത്തു കൂടിയാണ് അശ്വിൻ. അശ്വിന് അതിന് വല്ല പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം പോകുന്നുണ്ടാവും അല്ലേ? IASന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാഠം മനുഷ്യന് കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടാകണമെന്നതാണ് എന്നുള്ളത് അശ്വിന് അറിയാമോ? ഇത് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ ബേസിക് ലെസൺ ആണ്. കർമ്മം ചെയ്യാൻ മനുഷ്യനൊരു മോട്ടിവേഷൻ ഉണ്ടാകണം. ഈ മോട്ടിവേഷൻ 2 രൂപത്തിലുണ്ട്. ഒന്ന് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ഒന്ന് ഇൻട്രിൻസിക് മോട്ടിവേഷൻ.
പുറമെ നിന്ന് വരുന്ന മോട്ടിവേഷൻ ഉണ്ട്, അകത്ത് നിന്നുണ്ടാകുന്ന മോട്ടിവേഷൻ ഉണ്ട്. മനുഷ്യർ പല രൂപത്തിലുള്ള ആളുകളാണ്, പല തലത്തിലുള്ള ആളുകളാണ്. ഈ ആളുകളെ മുഴുവനും സംസ്കരിച്ച് ധാർമ്മിക പദ്ധതിയിൽ കൊണ്ടുവന്ന് അവരെ മുഴുവനും പാരസ്പര്യത്തോടുകൂടി ജീവിപ്പിച്ച് നന്മ ചെയ്യുന്നവരാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവിക മാർഗനിർദ്ദേശത്തിന്റെ താല്പര്യം. അതിന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചില കാര്യങ്ങളിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ട്. ത്യാഗം എന്ന് പറയുമ്പോൾ അവനോട് അവൻ സാമൂഹിക ജീവി എന്നുള്ള നിലക്ക് സാമൂഹിക ജീവിതം നയിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവൻ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയെ കാണുന്നു, മാനുഷികമായ വികാരം, ഒരു പെൺകുട്ടി എന്നുള്ള നിലക്ക് അവളുമായി ശരീരം പങ്കിടുവാൻ ആഗ്രഹം തോന്നുന്നു. ആ ആഗ്രഹം തടഞ്ഞു വെക്കേണ്ടതുണ്ട്. മതമൊന്നും എടുക്കേണ്ടതില്ല മനുഷ്യന്റെ സാമൂഹികമായ നിലനിൽപ്പിന്. അവൾക്ക് മാതാപിതാക്കളുണ്ട്, അവൾ എന്നൊരു വ്യക്തിയുണ്ട്, അവൾക്ക് ഭർത്താവുണ്ട്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്നർത്ഥം. ഞാൻ പറയുന്നത് ഇത് തടഞ്ഞു വെക്കുക എന്നത് മതം കൽപ്പിക്കുമ്പോൾ അത് കേവലം അതിന്റെ തകരാറുകൾ പറഞ്ഞുകൊണ്ട് തടഞ്ഞു വെക്കുക എന്നുള്ളത് മാനുഷികമായ തലത്തിൽ അപ്രസക്തമാണ്, അപ്രായോഗികമാണ്. മറിച്ച് അതിനപ്പുറത്തുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായേ തീരൂ മനുഷ്യന്. ഇപ്പോ നമ്മളെ നാട്ടിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം, ട്രാഫിക് റൂൾസ് ഉണ്ടല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, ടൂ വീലർമേൽ നടന്നാൽ വീണാൽ തലയാണ് മുട്ടുക, തല മുട്ടിയാൽ തല ഇഞ്ചുറി വരും, തല ഇഞ്ചുറി വന്നാൽ പ്രശ്നമാണ്, കുഴപ്പമാണ്, അപകടമാണ്, അത് നമ്മുടെ തലയെയാണ് ബാധിക്കുക, ചിലപ്പോൾ മരിച്ചു പോകും, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമം നടപ്പാക്കാത്തിടത്തോളം കാലം എത്ര ആളുകൾ എത്ര ശതമാനം ഹെൽമറ്റ് സ്വന്തമായി അതിന്റെ നന്മ ആഗ്രഹിച്ചു കൊണ്ടിട്ടിരുന്നു? നിയമം നടപ്പാക്കിയപ്പോൾ എത്ര ശതമാനം ഇടാൻ തുടങ്ങി? സീറ്റ് ബെൽറ്റ്, ട്രാഫിക് നിയമങ്ങളാണ് പറയുന്നത്. സീറ്റ് ബെൽറ്റ് നിയമം നടപ്പാക്കുന്നതിന് മുൻപ് എത്ര ആളുകൾ ഇടുന്നുണ്ട്? നിയമം നടപ്പാക്കിയതിന് ശേഷം എത്ര പേരിടുന്നു? ഇതെല്ലാം ഒരു മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും. ഇവിടെയാണ് മതം വളരെ കൃത്യമായി, പടച്ചവന് മനുഷ്യനെ കൃത്യമായിട്ടറിയാം, പടച്ചവൻ മനുഷ്യനെ കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പടച്ചവൻ മനുഷ്യനോട് കൽപ്പിക്കുകയാണ്, നീ ഇന്നതെല്ലാം ചെയ്യണം. അത് ചിലപ്പോൾ നിന്റെ ജൈവികമായ താല്പര്യത്തിനെതിരാകും, നിന്റെ സ്വാഭാവികമായ തൃഷ്ണക്കെതിരാകും, നിന്റെ ആഗ്രഹങ്ങൾക്കെതിരാകും. പക്ഷേ നീ അത് ചെയ്താൽ തീർച്ചയായും എന്റെ തൃപ്തി അതിലാണുള്ളത്, ഞാൻ തൃപ്തിപ്പെട്ടവർക്ക് ഇതെല്ലാം നൽകാൻ പോകുന്നു. ഇല്ല, നീ അതല്ല ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും എന്റെ കോപമാണ് ഉണ്ടാവുക, ഞാൻ കോപിച്ചവർക്ക് ഇന്നതെല്ലാം കിട്ടാൻ പോകുന്നു. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രിൻസിക് മോട്ടിവേഷന്, ആന്തരികമായ പ്രചോദനത്തിന് അനിവാര്യമായ കാര്യമാണ്. അത് ഈ ഭൗതികമായ നിയമങ്ങളുടെ തലത്തിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും. പക്ഷെ ഭൗതിക നിയമങ്ങൾക്ക് ആളുകൾ കാണുക എന്നുള്ള സ്വാഭാവികമായ പരിമിതിയുണ്ട്. ഇസ്ലാം ആഗ്രഹിക്കുന്നത് ആളുകളെ കാണുന്നതിനല്ല, ബോധപൂർവമുള്ള ആത്മാർത്ഥമായ തരത്തിലുള്ള മാറ്റമാണ്. ആത്മാർത്ഥമായ തരത്തിലുള്ള മാറ്റം, ഹൃദയത്തിനകത്ത് നിന്നുള്ള മാറ്റം. ആ മാറ്റം ഉണ്ടാവണത് പടച്ച തമ്പുരാൻ കാണുന്നു, പടച്ച തമ്പുരാൻ എനിക്ക് പ്രതിഫലം നൽകുന്നു, അവന്റെ തൃപ്തിയാണ് എന്റെ ലക്ഷ്യം. ഇതാണ് യഥാർത്ഥത്തിലുള്ള മോട്ടിവേഷന് വേണ്ടി പടച്ചവൻ ഉപയോഗിക്കുന്നത്. മറ്റേത് വെറും സങ്കല്പമാണ്. കാര്യങ്ങളുടെ നന്മകൾ മാത്രം പറഞ്ഞു കൊടുത്തിട്ട് ആളുകളെ നന്നാക്കി തീർക്കാൻ കഴിയുമെന്നാണെങ്കിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുക? അശ്വിനെ സിഗരറ്റ് പെട്ടി വാങ്ങുമ്പോൾ തന്നെ വലുതാക്കിയുള്ളത് എന്താ? സിഗരറ്റ് കിൽസ് എന്നാണ്, അല്ലെ? മദ്യഷാപ്പിന്റെ മുന്നിലും പിന്നിലും എഴുതി വെച്ചിരിക്കുകയാണ് മദ്യത്തിനെ കുറിച്ചുള്ള തിന്മകൾ. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ആരെങ്കിലും തിന്മയിൽ നിന്ന് അകലുകയോ നന്മയിലേക്ക് പോവുകയോ ചെയ്തു കൊള്ളണമെന്നില്ല. ഇവിടെയാണ് അതിനപ്പുറത്തുള്ള മോട്ടിവേഷൻ അനിവാര്യമാകുന്നത്. അതിന് നിർബന്ധമായും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ച മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം തന്നെയാണ് ആധാരം എന്നുള്ളതാണ് വസ്തുത. എൻ്റെ പേര് ഇസ്ഹാക്ക്, ഞാൻ ബികോം ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂറത്ത് നെഹ്ല്, അതായത് തേനീച്ച നടത്തി വരുന്ന സൂറത്തിലെ 93-ാമത്തെ ആയത്തിലുണ്ട്,
അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ സ്വർഗത്തിലാക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ നരകത്തിലാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അള്ളാഹു എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു ആണ് പോസിറ്റീവ് സൈഡും കൊടുക്കുന്നത്, ഒരു മനുഷ്യന് വീക്ക്നെസ് സൈഡും കൊടുക്കുന്നത്. എന്തുകൊണ്ട് അള്ളാഹുവിന് എല്ലാവരും ഒരുപോലെ പടച്ചുകൂടാ? അല്ലെങ്കിൽ ഒരുത്തിന് വീക്ക് ആ കമ്മി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും സ്വർഗത്ത് പോയിക്കൂടാഞ്ഞല്ലോ. എന്ത് ബേസിക്കിലാണ് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ആ രണ്ട് സ്വർഗവും നരകമുള്ള കാര്യങ്ങൾ? അതെനിക്കറിയാൻ ആഗ്രഹമുണ്ട്. സൂറത്തുൻ നഹ്ലിൽ പടച്ചതമ്പുരാൻ പറയുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ സ്വർഗത്തിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നവരെ നരകത്തിലും ആക്കുന്നു. പടച്ചവൻ തന്നെയാണ് മനുഷ്യർക്ക് എല്ലാ കഴിവും കൊടുക്കുന്നത്. മനുഷ്യനെ എങ്കിൽ പടച്ചവൻക്ക് എല്ലാവരും ഒരേപോലെ ആക്കിക്കൂടെ? എങ്കിൽ പടച്ചവൻക്ക് എല്ലാവരെയും നന്നാക്കിക്കൂടെ എന്നാണ് ചോദ്യം. ഇവിടെ ഒന്നാമതായി പടച്ചവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് സ്വർഗം നൽകുന്നത്. പക്ഷേ ആ ഉദ്ദേശത്തിന് ഉപോത്ബലകമായി എന്താണുള്ളത് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു ഉദ്ദേശം, ഇപ്പോ ഞാൻ ഒരു ഓട്ടോണമസ് കോളേജിലെ പ്രൊഫസറാന്ന് വിചാരിക്കുക, ഞാനാണ് മാർക്കിടുന്നത്. ഞാൻ പറയുന്നു ഞാൻ ഉദ്ദേശിക്കുന്നവരെ ജയിപ്പിക്കൂ, ഞാൻ ഉദ്ദേശിക്കാത്തവരെ തോൽപ്പിക്കും. ജയിപ്പിക്കണമെങ്കിൽ 60% മാർക്ക് വേണം. 60% താഴെ മാർക്കുള്ള ആളുകളെ തോൽപ്പിക്കും. ഞാൻ രണ്ടാമത് പറഞ്ഞത് മുഴുവൻ വെട്ടിയിട്ട് സാർ ഉദ്ദേശിക്കുന്നവരെ മാത്രം ജയിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് തോറ്റ ഒരാൾ എൻ്റെ അടുത്ത് വന്നാണ്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ എന്താ ഞാൻ പറയാ? മറിച്ച് അവിടെ ശ്രദ്ധിക്കുക, അന്വേഷണം ചോദിക്കുക, അവിടെ ഈ ഉദ്ദേശിക്കുന്നത് അതിന് നിമിത്തം എന്താണ് എന്നും പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. വബശ്ശിരില്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്കാണ് അള്ളാഹു സ്വർഗം നൽകുന്നത്. അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നവർക്കാണ് അള്ളാഹു നരകം നൽകുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് നിമിത്തമായ കർമ്മങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യരിൽ നിന്നാണ്. അവിടെയാണ് സുഹൃത്തിന്റെ അടുത്ത ചോദ്യം വരുന്നത്, എന്നാ മനുഷ്യരെല്ലാം ഒരേമാതിരി ആക്കിക്കൂടായിരുന്ന പടച്ചവനക്ക്? ആക്കാമായിരുന്നു, പക്ഷെ മനുഷ്യനാകൂല. അതാണല്ലോ കുഴപ്പം. മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യന്റെ മൂക്കാണോ, നാക്കാണോ, കണ്ണാണോ? ഇതെല്ലാം എല്ലാവർക്കും ഉണ്ട്. ഇതില്ലാത്ത മനുഷ്യന്റെ അടുത്ത് വേറെ ഒരു ജീവിക്കില്ലാത്ത ഒരു സാധനവുമില്ല. ഭൗതികമായി മനുഷ്യന്റെ അടുത്ത് മാത്രമായി ഒന്നുമില്ല വേറൊരു ജീവിക്കുമില്ലാത്തത്. മനുഷ്യന്റെ സവിശേഷത അവന്റെ ഈ ഡിസ്ക്രീഷനാണ്. നന്മ തിന്മകളെ വേർതിരിച്ച് മനസ്സിലാക്കി അതിൽ നന്മ തെരഞ്ഞെടുത്തും തെന്മ തെരഞ്ഞെടുത്തും ജീവിക്കാനുള്ള കഴിവാണ്, ആ സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ നാഗരികതകൾ പടക്കുന്നവനാകുന്നത്. അതുകൊണ്ടാണല്ലോ മനുഷ്യന് ഈ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഭയങ്കര വ്യത്യസ്തത ഉണ്ടാകുന്നത് മനുഷ്യന്റെ ലോകത്ത്. ഈ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണല്ലോ ശാസ്ത്രം ഉണ്ടാകുന്നത്, കലയുണ്ടാകുന്നത്, അതേപോലെയുള്ള പുരോഗതിയെല്ലാം ഉണ്ടാകുന്നത് ഈ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്. ഈ സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് മനുഷ്യന്റെ സവിശേഷത. മനുഷ്യന് ഈ സ്വാതന്ത്ര്യം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ കാട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? കാട്ടിൽ എത്ര ജീവികൾ ജീവിക്കുന്നുണ്ട്? അവിടെ ഒരു 144 പാസ്സാക്കേണ്ടി വന്നിട്ടുണ്ട് ഇതുവരെ, ഒരു കർഫ്യൂ. അവിടെയും പരസ്പരം ജീവികൾ ജീവിക്കുന്നു. ഒരു ജീവി, ഒരു ഹോമോസാപ്പിയൻ എന്ന ഒരൊറ്റ ജീവിയാണ് ഭൂമിയിൽ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ദശലക്ഷക്കണക്കിന് ജീവികളുണ്ട് വേറെ, അവർക്കിടയിൽ വല്ല ഇഷ്യൂ ഉണ്ടോ? എന്താ പ്രശ്നമില്ലാത്തത്? അവയെല്ലാം ഈ സ്വാതന്ത്ര്യം നൽകപ്പെടാത്ത രൂപത്തിൽ ജന്മനാ നൽകപ്പെട്ട കൃത്യമായ മാർഗരേഖകൾക്ക് അനുസൃതമായി മുന്നോട്ട് പോകുന്നവരാണ്. മനുഷ്യനതല്ല. മനുഷ്യന് ഈ സ്വാതന്ത്ര്യം നൽകി. ആ സ്വാതന്ത്ര്യപാട് എന്റെ സുഹൃത്ത് പറഞ്ഞ പ്രശ്നം. സ്വാതന്ത്ര്യം പഠിച്ചവർക്ക് നൽകാതിരിക്കാമായിരുന്നു, പക്ഷെ അപ്പോൾ മനുഷ്യനാകൂല, വേറൊരു കുരങ്ങ് വർഗം ഇത്ര ഉണ്ടാവുള്ളൂ. മറ്റൊരു വർഗം ചിലപ്പോൾ ഈ കോലുണ്ടാവും, പക്ഷേ മനുഷ്യന്റെ സവിശേഷതകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പഠിച്ചവൻ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി, മാർഗദർശനവും നൽകി. മനുഷ്യന് എല്ലായിടത്തും സ്വാതന്ത്ര്യം ഉണ്ട്, അവിടെ മാർഗദർശനം മനുഷ്യനെ ഉപയോഗിക്കണമുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുക, മനുഷ്യനാണ് ഏറ്റവും വലിയ എഞ്ചിനീയർ എന്ന് നമ്മൾ വിചാരിക്കണ്ടോ? അല്ല. ഒരുപാട് ജീവികളുടെ എഞ്ചിനീയറിംഗ് അറിയണേ, ഒരുപാട് ജീവികളുണ്ട്. ബീവർ എന്ന ജീവി വളരെ സുന്ദരമായി എയർ കണ്ടീഷൻ ചെയ്ത വീടുണ്ടാക്കുന്ന ജീവിയാണ്. എയർ കണ്ടീഷൻ ചെയ്ത വീടുണ്ടാക്കുന്നു ബീവർ.
പക്ഷേ എല്ലാ ബീവറിനും ഒറ്റ എയർ കണ്ടീഷൻ ഉള്ളൂ, ഒറ്റ ടൈപ്പ് വീടുണ്ടാക്കാൻ അറിയുള്ളൂ. അതിപ്പോ മാത്രല്ല, ഒരു 5000 കൊല്ലത്തെ ബീവർ ഉണ്ടാക്കുന്ന വീട് തന്നെ ഇപ്പോഴുള്ള ബീവറും ജന്മനാ നൽകപ്പെട്ട കഴിവാണ് അത്. അതുകൊണ്ട് അതിന് മാറ്റമില്ല, അത് കുഴപ്പമില്ല, അതിന് വ്യത്യാസമില്ല. എന്നാ മനുഷ്യനോ 5000 കൊല്ലത്തെ വീടാണപ്പോ? നമ്മളെല്ലാരും വീട് ഒരേ മാതിരിയാണോ? അല്ല. ഈ വ്യത്യാസങ്ങൾ മുഴുവനും ഈ സ്വാതന്ത്ര്യത്തിന്റെ ഫലമാണ്. പക്ഷെ ഈ വ്യത്യാസങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ പഠിക്കുന്നു, നമ്മൾ അന്വേഷിക്കുന്നു, നമ്മുടെ പരിമിതി എത്രയാ നോക്കുന്നു. എന്നിട്ട് എന്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, എന്റെ കയ്യിൽ 10 സെന്റ് ഭൂമിയുണ്ട്, അതിൽ 10 ലക്ഷം രൂപ കൊണ്ട് ഒരു വീടുണ്ടാക്കണം, അതിനുള്ള പദ്ധതി ഞാൻ ഉണ്ടാക്കുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഞാൻ വെക്കുന്നു. ഇത് എന്റെ സെലക്ഷനാണ്. ഇതേപോലെ നന്മ തിന്മകളുടെ വിഷയത്തിലും പടച്ചവൻ എന്ത് നൽകി? നിനക്ക് സ്വാതന്ത്ര്യം നൽകി. പക്ഷേ പടച്ചവൻ പറഞ്ഞു, ഇതാ ഇന്നതെല്ലാം നന്മയാണ്, ഇന്നതെല്ലാം തിന്മയാണ്. നന്മയനുസരിച്ച് ജീവിച്ച നിനക്ക് ഇന്ന ഫലമുണ്ട്, ആത്യന്തികമായി സ്വർഗം നിനക്കുണ്ട്. തിന്മയനുസരിച്ചാണെങ്കിലോ നിനക്ക് ഇന്ന ഫലം പെടുന്നുണ്ട്, ആത്യന്തികമായി നരകമുണ്ട്. അപ്പോ ഇനി നിന്റേതാണ് സ്വാതന്ത്ര്യം, നിനക്ക് ഉപയോഗിക്കാം. പഠിച്ചവനക്കെന്നാൽ ഈ സ്വാതന്ത്ര്യം നൽകാതിരിക്കാമായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനാവൂല, വേറൊരു ജീവിയാവുന്നുള്ളൂ. ഖുർആനിലെ പദങ്ങളെ, ഖുർആനിലെ ശബ്ദങ്ങളെ, ഖുർആനിലെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി മനസ്സിലാകാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിലെ വിധിവിശ്വാസത്തിന്റെ മറവിൽ ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അതായത് നമ്മളെ മനുഷ്യന്മാർക്ക് ഒരു കാര്യത്തിൽ സ്വതന്ത്രമായിട്ട് തെരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് പഠിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഒരു എയും ഒരു ബിയും 2 വ്യക്തികളാണ്. ഈ എക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്, അപാരമായ ബുദ്ധിശക്തി ഉണ്ട്. അതായത് അവന് ചിന്തിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവിടുത്തെ ജീവിതം ചെറിയ ജീവിതമാണെന്നും അവിടുത്തെ ജീവിതം ഭയങ്കര വലുതാണ്, സ്വർഗത്തിലെ നിത്യവാസം എന്ന് കണ്ടിട്ട് അവനെന്ത് ചെയ്ത് അവൻ നിസ്കാരവും അവന് കാര്യങ്ങളുമായിട്ട് വിശ്വാസ പ്രവർത്തനവും സൽപ്രവർത്തനമായിട്ട് മുന്നോട്ട് നീങ്ങി. ഈ ബി എന്നുള്ള വ്യക്തി അവന്റെ ബുദ്ധി കുറവുകൊണ്ട് കാര്യങ്ങള് അവന് ശരിക്കും മനസ്സിലാക്കിയില്ല. അവനെന്ത് ചെയ്തു? ദുർമാർഗത്തിലായും ചെയ്തു, അവന് ദൈവവിശ്വാസത്തില് പങ്കു ചേർക്കപ്പെടുകയും ചെയ്ത് അവൻ എന്തായി നരകത്തിൽ പോയി. ഈ 2 പേരും കഴിവ്, അതായത് പോലുള്ള കാരണം അവന് വിശാലമായി ചിന്തിച്ചു, ബുദ്ധിപരമായിട്ടും ചിന്തിച്ചു. ഈ കഴിവ് പടച്ചോൻ കൊടുത്തതാണ്. ഈ ബി എന്നുള്ള ആള് അവന്റെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ അവന്റെ ബുദ്ധിന്റെ കുറവ് കൊണ്ട്, അതായത് അതും കൊടുത്തത് പടച്ചോനാണ്. അതാണ് എന്റെ ആ ഒരു കാര്യങ്ങൾ. വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത ബുദ്ധി പടച്ചോൻ കൊടുത്തതല്ലേ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലല്ലേ അവർ ചിന്തിച്ച് കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് ചോദ്യം. അതെ, യഥാർത്ഥത്തിൽ ഇത് ഭൗതിക വിഷയത്തിൽ എന്റെ സുഹൃത്ത് പറഞ്ഞത് ശരിയാണ്. പക്ഷേ നന്മ തിന്മകളുടെ വിഷയത്തിൽ എയും ബിയും തുല്യമാണ്. അതിനൊരുപാട് തലച്ചോറ്, ഒരുപാട് വിവരം, ഒരുപാട് വിജ്ഞാനം, ഇതൊന്നും ആവശ്യമില്ല. പടച്ചോൻ മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ എന്ന് മനസ്സിലാക്കാൻ, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ, കർമ്മങ്ങൾ ചെയ്താൽ അതിന് പടച്ചോൻ ഉണ്ടെങ്കിൽ പടച്ചോൻ അതിന് ഉള്ള പ്രതിഫലം നൽകുമെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയും ചിന്തയൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ ബി, ഒരു ബീനെ ഞാൻ സങ്കല്പിക്കട്ടെ. ഒരു വിവരമില്ലാത്ത ഒരു സാധാ സ്ത്രീ, അവർക്ക് അക്ഷരജ്ഞാനല്ല, ഒന്നുമില്ല. അവര് ഒരു 10 സെന്റ് ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നു. അവരുടെ വീടിന്റെ അടുത്തന്നെ വലിയൊരു മുതലാളി. അവരിവരെ പീഡിപ്പിക്കുന്നു. അവരുടെ അടുത്താണ് പണം, അവരുടെ അടുത്താണ് സമ്പത്ത്, അവരുടെ അടുത്താണ് എല്ലാം ഉള്ളത്. ഇവരെ പീഡിപ്പിക്കുന്നു. ഈ സമയത്ത് അവർ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, പടച്ചോൻ കൊടുത്തോളും. ഇത് സ്വാഭാവികമായി വരുന്ന ഒരു വാക്കാണോ? അതവർ മതഗ്രന്ഥം വായിച്ചിട്ടാ, ഫിലോസഫി പഠിച്ചിട്ടാ, തത്വശാസ്ത്രം പഠിച്ചിട്ടാ? ഒന്നുമല്ല. ഇതൊരു സ്വാഭാവികതയാണ്. പടച്ചോൻ കൊടുക്കും. എവിടെ? കർമ്മങ്ങൾക്ക് ഫലം കൊടുക്കുന്ന ഒരു പടച്ചവനുണ്ട് എന്ന ബോധം മനുഷ്യ മനസ്സിന്റെ സ്വാഭാവികതയാണ്. അത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതാണ് യുക്തിവാദം. അതുകൊണ്ടാണ് കാഫർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു സ്വാഭാവികതയെ മറച്ചുവെക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. മനുഷ്യ മനസ്സിന്റെ സ്വാഭാവികതയാണ്. അതിന് കുറെ വിജ്ഞാനമൊന്നും വേണ്ട, അതിന് കുറെ തത്വശാസ്ത്രമൊന്നും വേണ്ട. സൃഷ്ടികർത്താവ് മാത്രമാണ് ആരാധ്യൻ എന്നറിയാൻ തത്വശാസ്ത്രം വേണോ? നമ്മളെ പടച്ചോനോടല്ല നമ്മൾ ചോദിക്കേണ്ടതെന്ന് അറിയാൻ അതിന് കൂടുതൽ ബുദ്ധി വേണോ? അതിന് അഗാധമായ ജ്ഞാനം വേണോ? ഒന്നുമില്ല. ഇത് ഏതൊരു മനുഷ്യനും, ഏത് സാധാരണക്കാരനും, ഏത് വിവരമില്ലാത്തവനും മനസ്സിലാക്കാൻ കഴിയുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശ പ്രബോധനവുമായി വന്നപ്പോ പ്രവാചകന്റെ പ്രബോധിത സമൂഹത്തിലെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ നല്ലൊരു ശതമാനം അടിമകളായിരുന്നു. അടിമകൾ എന്ന് പറഞ്ഞാൽ എന്താ? അന്നത്തെ അവസ്ഥയിൽ അടിമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു വിവരവുമില്ലാത്ത ആളുകൾ എന്ന് പറയുന്ന രൂപത്തിലുള്ള ആളുകൾ, ബുദ്ധിപരമായി അത്ര ഉയർന്നതല്ലാത്ത ആളുകൾ, അവരായിരുന്നു അവര്. പക്ഷേ അവർക്ക് ഏകനായ സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നുള്ള ആശയം വേഗം മനസ്സിലായി. അവർക്ക് പെട്ടെന്ന് മനസ്സിലായി, പടച്ചോൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കേണ്ടതെന്നും പെട്ടെന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കാൻ ഇപ്പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. പടച്ചവൻ വ്യത്യസ്ത തരത്തിലുള്ള ബൗദ്ധികമായ നിലവാരം, ആ നിലവാരം അതിനനുസരിച്ച് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളും വരുന്നു. ഏത് ഭൗതികമായ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ഉത്തരവാദിത്വം ഉണ്ടാകുന്നു. ഇപ്പൊ സമ്പത്ത് ഭൗതികമായ ഒരുപാട് നമുക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സക്കാത്ത് കൊടുക്കണം, അതിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ സമ്പത്ത് ചെലവഴിക്കണം, ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതേപോലെ തന്നെ ബുദ്ധിന്റെ കാര്യത്തിൽ നമുക്ക് ചിലർക്ക് നല്ല ബുദ്ധി കൊടുത്തു, അതനുസരിച്ച് അവർ ആ ബുദ്ധി ഉപയോഗപ്പെടുത്തണം, അത് നന്മക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇങ്ങനത്തെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അതിനോടൊപ്പം വരുന്നു. പക്ഷേ ഇവിടെ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു വലിയ ബൗദ്ധികമായ അടിത്തറയുണ്ടാകേണ്ടതില്ല. ഏത് സാധാരണക്കാർക്കും